നമസ്കാരം. മാർക്ക് ഫെല്ലർ ആ സ്പിരിച്വൽ എസൻസ് അതിശക്തമായി വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിവേഗമാണ് മാർക്കിന് മുന്നിലുള്ള ആ സ്പിരിച്വൽ സ്റ്റോണുകളിൽ നിന്നുള്ള ആ എസൻസ് വെറും ചാരമായി മാറിയത്. ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിലെ ഒട്ടുമുക്കാല് സ്പിരിച്വൽ എസൻസും മാർക്കിന്റെ മുന്നിലെത്തിയെന്ന് പറയാം. മാർക്ക് ഇടയ്ക്കൊന്ന് ആ എസൻസ് കൺസീവ് ചെയ്യുന്ന നിർത്തിയിട്ട് ആ ഗ്രീൻ സ്പിരിറ്റ് ട്രീയുടെ അടുത്ത് വരും. ആ ക്യുരിൻ കുടുംബത്തിന്റെ ആ സ്പിരിറ്റ് ട്രീ ശരിക്കൊരു ഉണർവാണ് നൽകുന്നത്. ആ സ്പിരിറ്റ് ട്രീയിലെ സ്പിരിറ്റ് എനർജിയും ആ സ്പിരിറ്റ് എസൻസിലെ സ്പിരിറ്റ് എനർജി തമ്മിൽ ലേശം വ്യത്യാസമുണ്ട്. ആ സ്പിരിറ്റ് എസൻസിലെ സ്പിരിറ്റ് എനർജി എന്ന് പറയുന്നത് ശരിക്കും ശക്തമാണ്, പവർഫുൾ ആണ്. എന്നാൽ മറ്റത് വളരെ ജെന്റിലായിട്ട് ഒരു തണുത്ത കാറ്റ് വീശും പോലെ മാർക്കിന് അനുഭവപ്പെടും. അതുകൊണ്ട് കൂടെ മാർക്ക് ആ ട്രീയുടെ അടുത്തെത്തുകയും ചെയ്യും. ആ പ്രക്രിയ അവിടെ എങ്ങനെ നടക്കുമ്പോൾ യാവോ കുടുംബവും ഷീ കുടുംബവും അവരുടെ അടുത്ത ആക്ടിവിറ്റി പ്ലാൻ ചെയ്യുകയാണ്. യാവോ കുടുംബത്തിൻ്റെ ആ യാവോ സിംസണും അയാളുടെ മകൻ യാവോ നൈനാനും മറ്റനവധി ആളുകളും ഷീ കുടുംബത്തിൽ എത്തിയിരിക്കുകയാണ്. ഷീ ലീമാനും ഷൈനും ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ട്. അവരെല്ലാവരുടെയും ഇപ്പോൾ പ്രധാന ഡിസ്കഷൻ പോയിന്റ് സ്വാഭാവികമായിട്ടും മാർക്ക് ഫെല്ലറാണ്. മാർക്ക് ഫെല്ലർ ഒരുപാട് ദൂരത്താണ് ഉള്ളതെങ്കിലും അവൻ നാളെ എന്തെങ്കിലും കാരണവശാൽ അവിടെ ആ ഹോളി റീജിയനിലേക്ക് എത്തിയാൽ അത് അവർക്കെല്ലാവർക്കും ഒരു ത്രെട്ടായിരിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ലീമാനും സമ്മതിച്ചിരിക്കുകയാണ്. യാവോ സിംസൺ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്ത് ലീമാനെ കൊണ്ട് അത് സമ്മതിപ്പിച്ചു എന്ന് പറയാം, അല്ലെങ്കിൽ ലീമാനെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിച്ചു എന്ന് പറയാം. പെട്ടെന്നാണ് എന്തോ ആലോചിച്ചതുപോലെ ലീമാൻ സിംസണോട് പറഞ്ഞത്, അല്ല, നിങ്ങളുടെ യാവോ കുടുംബത്തിൽ ഒരു പുതിയ ജീനിയസ് അവതരിച്ചു എന്ന് കേട്ടു. അവളിപ്പോ സെമി സെന്റ് ആയെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ വേഗതയിൽ സെമി സെന്റ് ആയ ആരും നമ്മുടെ ഈ കൂട്ടത്തിൽ വേറെ ഉണ്ടാകില്ല. അവളായിരിക്കുമോ നാളെ നിങ്ങളുടെ സെയിന്റസ് ആകുന്നത്? യാവോ സിംസന്റെ മകൻ യാവോ നൈനാനാണ് ഇപ്പോ ആ കുടുംബത്തിന്റെ ഹോളി സൺ. അവന്റെ ശക്തിയെ കവച്ചു വെക്കുന്ന ശൈലിയിൽ അവിടെ ഇതാ ഒരു പുതിയ അവതാരം ഉണ്ടായിരിക്കുകയാണ്. അതും ഒരു സ്ത്രീയുടെ രൂപത്തിൽ. ആ സ്ത്രീ മറ്റാരുമല്ല, സാക്ഷൽ യാവോ മെങ്ങാണ്. പൗലി മാസ്റ്റർ അടുത്ത് മാർക്ക് ഏൽപ്പിച്ചിട്ട് പോയ അതേ യാവോ മെങ്. അവളുടെ ആ കൾട്ടിവേഷൻ ഉണ്ടായ തകരാറൊക്കെ പരിഹരിച്ച് യാവോ കുടുംബത്തിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ്. അവള് അവിടെ എത്തുമ്പോൾ അവൾ വെറും നേസന്റ് സോൾ കൾട്ടിവേറ്ററാണ്, അതായത് ഭൂമിയിലെ മാർഷൽ സെയിന്റ്. അവിടെ നിന്ന് അതിവേഗം മൈറ്റി ലെവലിലേക്കും റിവേഷൻ ഓൾഡ് സ്റ്റേജിലേക്കും ഇപ്പോൾ ഇതാ സെമി സെയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൾ അധിക സമയം കഴിയുമ്പോൾ ട്രൂ സെയിന്റായി ബ്രേക്ക് ചെയ്യും. ഒരു സെൻസേഷണൽ ന്യൂസായി യാവോ മെങ് ആ ഹോൾ റീജിയനിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലീമാൻ പറഞ്ഞ വാചകം നൈനന്റെ മുഖത്ത് ഒരു ദേഷ്യം ഉണ്ടാക്കി. അയാള് പല്ലുറുമിക്കൊണ്ട് ലീമാനോട് പറഞ്ഞു, ആ മാർക്കും അവന്റെ സുഹൃത്തുക്കളും സകലരും കുഴപ്പക്കാരാണ്. ആ മാർക്കിനെ ഒരു പാഠം പഠിപ്പിക്കാൻ നമുക്ക് ഒരു പണിയുണ്ട്. നൈന, നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഹോളി ലോർഡ്, അങ്ങയുടെ സ്കൈ വാട്ടർ പ്രിസണിൽ അവൻ്റെ ഒരു കൂട്ടുകാരൻ തടവിൽ കിടപ്പുണ്ടല്ലോ. അവനെ കഷ്ണങ്ങളെ അരിഞ്ഞ് നമുക്ക് അവിടെ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലേക്ക് അയച്ചു കൊടുത്താലോ? ഹേയ് നൈനാൻ, നീ പറഞ്ഞതൊരു ശരിയായ കാര്യമാണെങ്കിലും അത് പക്ഷെ അത്ര എളുപ്പമല്ല. സന്ദേശങ്ങളും വീഡിയോകളും അയക്കുന്ന പോലെ നമുക്ക് ഒരു ആളിൻ്റെ പാർട്സ് അയക്കാൻ പറ്റില്ല. അത് അയക്കണമെങ്കിൽ ഒരുപാട് സ്പിരിറ്റ് എസൻസ് വേണം. ശരിക്കും ഒരു ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോം വർക്ക് ചെയ്താലേ വസ്തുക്കൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. എനർജിയും വീഡിയോ ഒക്കെ അയക്കുന്നത് വളരെ സിമ്പിളായ മെക്കാനിസമാണ്. ലീമാൻ അത് പറഞ്ഞതും യാവോ സിംസൺ ലീമാനോട് പറഞ്ഞു, ഹേയ് ഹോളി ലോർഡ്, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആ മാർക്കിൻ്റെ മനസ്സൊന്ന് പിടിച്ചു ഉലയ്ക്കണം. അവൻ്റെ സ്ട്രെങ്ത് അവൻ്റെ മനസ്സാണ്. ശക്തമായ മനസ്സുള്ളതുകൊണ്ട് മാത്രമാണ് അവൻ ആ ശൂന്യതയിൽ നിന്ന് പുറത്തു വന്നത്. സിംസൺ പറഞ്ഞ ആ കാര്യത്തിൽ ഒരു വാസ്തവമുണ്ട്. സാധാരണഗതിയിൽ ഒരാളും ആ ശൂന്യതയിൽ നിന്ന് പുറത്തു വരില്ല. ഇവിടെ കേട്ടിടത്തോളം ലീമാന് ഒരു കാര്യം അറിയാം, ആ ശൂന്യതയിൽ വെച്ചും മാർക്ക് ഫെല്ലർ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുകയാണ്. തികച്ചും അസംഭവ്യമായ കാര്യം സംഭവിച്ചിരിക്കുകയാണ്. അവൻ അവിടെ വെച്ച് കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ ഇപ്പോൾ ട്രൂ സെയിന്റ് ആയിരിക്കുന്നത്.
അവൻ പുറത്തു വന്നിട്ട് അധിക നാളെ ആയിട്ടുണ്ടാവാനും സാധ്യതയില്ല. എന്തായാലും അവൻ ആ ശൂന്യത തകർത്ത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അവനൊരു ട്രൂസിൻ്റെ ശക്തി ആ ശൂന്യതയ്ക്കകത്ത് വെച്ച് തന്നെ ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരാൾക്കും ആ ബാരിയർ തകർക്കാൻ പറ്റില്ല. ശൂന്യതയ്ക്കകത്ത് വെച്ചവൻ ട്രൂസിൻ്റെ ആകണമെങ്കിൽ അവിടെ വെച്ചവൻ കൾട്ടിവേറ്റ് ചെയ്തിരിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. അതും അസാധ്യമായൊരു കാര്യമാണ്. പക്ഷെ അതിവിടെ സംഭവിച്ചിരിക്കുകയാണ്. ആ കാര്യം സംഭവിച്ചതിൻ്റെ പിന്നിൽ അവൻ്റെ മനസ്സിൻ്റെ ശക്തിയാണ്, അവൻ്റെ വിശ്വാസമാണ്. അത് ഒന്ന് ഉലച്ചാൽ അവനെ ഉലയ്ക്കാൻ പറ്റും. അങ്ങനെ അവർ ആ കാര്യത്തിൽ ഒരു ധാരണയായി. മാർക്കിൻ്റെ സുഹൃത്ത് സാക്ഷൽ ചാങ് മാങ് ആണ് സ്കൈ വാട്ടർ പ്രിസണിലുള്ളത്. അവൻ്റെ കയ്യോ കാലോ വെട്ടിയെടുത്ത് ഒത്തിരി ചെലവുള്ള ആ പ്രക്രിയയിലൂടെ ടെലിപ്പോർട്ടേഷൻ വഴി ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക. അതാണ് അവിടെ ആ ഷീ കുടുംബവും യാവോ കുടുംബവും തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യം. ആ കുടുംബത്തിൽ അങ്ങനെ ചർച്ച നടക്കുമ്പോൾ ശരിക്കും ബ്ലാക്ക് കുടുംബത്തിൽ ആ ഡോങ് ഹ്വാങ് മലയിൽ എമിലി ബ്ലാക്ക് ശരിക്കും സന്തോഷത്തിലാണ്. എമിലി ബ്ലാക്കിനെ ഇത്ര സന്തോഷത്തിൽ അടുത്ത കാലത്തൊന്നും അങ്കിൾ ഞാൻ കണ്ടിട്ടേയില്ല. എമിലി കഴിഞ്ഞ 60 വർഷവും മാർക്കിനെ കുറിച്ചുള്ള ഒരു വാർത്തയുമില്ലായിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു യന്ത്രത്തെ പോലെയാണ് പണിയെടുത്തിരുന്നത്. അവൾക്ക് ഒരു വികാരവും ഉണ്ടായിരുന്നില്ല. അവൾ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതോടൊപ്പം വേട്ടയാടുന്ന പ്രക്രിയയിൽ വ്യാപൃതിയുമായിരുന്നു. ബ്ലാക്ക് കുടുംബത്തിന് വേണ്ടി ഒരുപാട് ഹണ്ടിങ് ടാസ്കുകൾ ഈ സമയത്ത് എമിലി ഏറ്റെടുത്തിരുന്നു. അതിൽ അവർക്കൊരു വല്ലാത്ത ത്രില്ലുണ്ടായിരുന്നു. ശരിക്കും അവൾ ആ വേട്ടയാടാൻ പോകുമ്പോൾ അങ്കിൾ യാനിനെ ഒരു ഭയം തോന്നുമായിരുന്നു, ഒരു വാശി, സകലതിനെ കൊല്ലാനുള്ള ഒരു ത്വര. ഇതൊക്കെ എമിലിയിൽ അങ്കിൾ യാൻ കണ്ടപ്പോൾ അങ്കിൾ യാൻ്റെ മനസ്സ് ഒന്ന് പിടഞ്ഞിരുന്നു. ഇപ്പോൾ മാർക്ക് തിരിച്ചു വന്നു എന്ന് കേട്ടപ്പോൾ ഉള്ള എമിലിയുടെ ആ മാറ്റം അത് അങ്കിളിനെയും സ്വാഭാവികമായിട്ടും ബ്ലാക്ക് കുടുംബത്തിലെ ഹെഡിനെയും ശരിക്കും ആശ്വസിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എമിലി ബ്ലാക്ക് ട്രൂ സെയിന്റിൽ 3rd ലെവലാണ്. മാർക്കിനേക്കാൾ ഒരു ലെവൽ മുകളിലാണ് ശരിക്കും എമിലി ബ്ലാക്ക്. ഇതേപോലെ ട്രൂ സെയിന്റ് ആയ മറ്റൊരാള് സാക്ഷൽ ഹെക്ടർ ചെങ് ആണ്, മാർക്കിന്റെ ഭൂമിയിലെ ആ എതിരാളി. അവൻ ട്രൂ സെയിന്റ് ആയപ്പോൾ അവനും മാർക്കിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അവനും മാർക്കും ഉള്ളത് 2 വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്, 2 വ്യത്യസ്ത പ്ലാനറ്റുകളിലാണ്. മാർക്കിന്റെ വാർത്ത മറ്റൊരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകളെ ശരിക്കും സന്തോഷിപ്പിച്ചിരുന്നു. ആ ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷൽ ഇമ്മോർട്ടൽ ക്രെയിൻ ഉണ്ട്. ഇമ്മോർട്ടൽ ക്രെയിൻ ചിരിച്ചുകൊണ്ട് തനിക്ക് എതിരിയിരിക്കുന്ന ആളുകളോട് പറഞ്ഞു, എനിക്കറിയാമായിരുന്നു മാർക്ക് വീഴില്ലെന്ന്. അത് കേട്ടതും ആ ചിരി ആവർത്തിച്ച ആള് സാക്ഷൽ ശ്രീഹരിയാണ്. ശ്രീഹരി തന്റെ സമീപത്തിരിക്കുന്ന ജ്യേഷ്ഠൻ ശ്രീറാമിനെ നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു, എനിക്കറിയാം അവൻ അങ്ങനെ വീഴില്ലെന്ന്, അവൻ ഞാൻ തന്നെയാണ്. ശ്രീഹരി അത് പറയുമ്പോൾ ശ്രീറാമും ഒന്ന് ചിരിച്ചു. അതെ അതെ, നിങ്ങൾ രണ്ടും വട്ടന്മാരാണ്. ശ്രീഹരിയും അതുപോലെ മാർക്ക് ഫെല്ലറും അസാധ്യമായ ഏത് കാര്യവും ഏറ്റെടുക്കുന്നവരാണ്. മരണം അവർക്കൊരു വിഷയമേ അല്ല. ശ്രീറാമിന് അത് നന്നായിട്ട് അറിയാം. ഏത് ടാസ്കും രണ്ടുപേരും ഏറ്റെടുക്കും. രണ്ടുപേരും ടാസ്ക് ഏറ്റെടുക്കുന്നത് അവർക്ക് വേണ്ടി അല്ല എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. മാർക്കാണെങ്കിലും ശ്രീഹരിയാണെങ്കിലും സ്വന്തം ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളുകളാണ്. ആ കാര്യം ഇമോർട്ടൽ ക്രെയിനും അതുപോലെ ശ്രീറാമിനും അറിയാം. ശ്രീറാം അത് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊന്നിച്ച് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച തുടങ്ങി. അവിടെ അങ്ങനെ ചർച്ച നടക്കുമ്പോൾ മാർക്ക് ഫെല്ലർ അങ്ങ് അകലെ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിൽ ആ ക്യൂനൻ കുടുംബത്തിൻ്റെ കപ്പലിൽ തൻ്റെ അടുത്തിരിക്കുന്ന ക്യൂനയോട് പറഞ്ഞു, ക്യൂന, നമുക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഈ കോണ്ടിനെന്റ് മുഴുവൻ ഒന്ന് കണ്ടാലോ? മാർക്ക്, അതൊരു നല്ല സജഷനാണ്. എപ്പോഴും ഈ കപ്പലിൽ തന്നെ ഇങ്ങനെ ഇരുന്നാൽ അതും ഒരു ബോറാണ്. ക്യൂനയും കൂടി മാർക്കിൻ്റെ വാക്കുകൾ അനുകൂലിച്ച് സംസാരിച്ചതും അങ്കിൾ യുവാനും ഫെനിനും ക്യൂനയും മാർക്കും കൂടി ആ കപ്പലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവര് ആ ബ്ലാക്ക് കോണ്ടിനെന്റ് ഒന്ന് നടന്ന് കാണാനുള്ള ഒരു ഉദ്യമത്തിലാണ്. സാധാരണഗതിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലേശം വ്യത്യാസമുള്ള ഒരു സ്ഥലമാണ് ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റ്. അവിടെ അടുക്കൻ ചിട്ട എന്ന് പറയുന്നത് വളരെ അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ. കയ്യൊക്കെയുള്ളവൻ കാര്യക്കാരൻ, അതാണ് അവിടുത്തെ പ്രധാന നയം. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ആ ബ്ലാക്ക് കോണ്ടിനെന്റിൽ
അധികം നഗരങ്ങളൊന്നുമില്ല. മാർക്ക് എത്തിച്ചേർന്നത് ശരിക്കും പ്ലാറ്റ്ഫോമുകളുടെ ഒരു കേന്ദ്രത്തിലാണ്. എല്ലാ പ്ലാനറ്റുകളിലേക്കുമുള്ള ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമുകൾ അവിടെ ഉള്ളതുകൊണ്ട് ആ നഗരം ശരിക്കും സജീവമാണ്. അവിടെ അത് കൺട്രോൾ ചെയ്യാനായി സിറ്റി ലോഡ് ഹി യാനിക്കുമുണ്ട്. ഹി യാനിക്ക് ആ മേഖല കൺട്രോൾ ചെയ്യുന്നത് 3 ശക്തരായ കുടുംബങ്ങളുടെ സഹായത്തോടു കൂടിയാണ്. ആ ഭാഗത്ത് ഒരു ഓർഗനൈസ്ഡ് എഫർട്ടൊക്കെ ഉണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടി. എന്നാൽ അതല്ല മറ്റു പല സ്ഥലങ്ങളിലും. അങ്കിൾ യുവാൻ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നടക്കുന്നതിനിടയിൽ മാർക്കിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർ സംസാരിച്ചു നടക്കുമ്പോഴാണ് ഒരു ചെറിയ പട്ടണത്തിൽ അവരെത്തിയത്. അവിടേക്ക് ആളുകളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഒരു മൈതാനത്ത് ഒത്തിരിയേറെ സ്റ്റാളുകൾ കണ്ടതും മാർക്ക് ഫെല്ലർ കൗതുകത്തോടെ അങ്ങോട്ട് നോക്കി. അപ്പോഴാണ് മാർക്ക് ക്യൂനയുടെ മുഖം ശ്രദ്ധിക്കുന്നത്. ക്യൂന വല്ലാത്തൊരു ആവേശത്തോടുകൂടി ആ മൈതാനത്തേക്ക് നോക്കുന്നുണ്ടതും മാർക്ക് ചോദിച്ചു, എന്താ ക്യൂന? മാർക്ക്, അവിടെ ആർട്ടിഫാക്റ്റുകളുടെ മത്സരം നടക്കുകയാണ്. ആർട്ടിഫാക്റ്റുകളുടെ മത്സരവും? അതേ മാർക്ക്, ഒരുപാട് വിദഗ്ധരായ ആയുധം ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുകൾ ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോമിലുണ്ട്. സമീപത്തുള്ള കോണ്ടിനെന്റിൽ നിന്നൊക്കെ പലപ്പോഴും ആളുകൾ ഇവിടെ വരും. അത്തരത്തിൽ ശേഷിയുള്ള ആളുകൾ അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മാറ്റുരയ്ക്കാൻ കൊണ്ടുവരുന്നത് ഇവിടെയാണ്. ഇവിടെ ഒരു മത്സരമുണ്ട്. ആ മത്സരം അവിടെ നടക്കാൻ പോവുകയാണ്. അവൾ വലിയ ആവേശത്തോടെ അങ്ങനെ പറഞ്ഞതും മാർക്ക് ക്യൂനോട് ചോദിച്ചു, ക്യൂന, നിനക്കിത് കാണണോ? മാർക്ക്, തീർച്ചയായും. അങ്ങനെ ക്യൂന പറഞ്ഞതും മാർക്ക് ക്യൂനെയും ഫെരിനെയും അങ്കിൾ യുവാനെയും കൂട്ടി ആ മൈതാനത്തേക്ക് നടന്നു. അവിടെ ഒരു കൂറ്റൻ സ്റ്റേജ് ഉണ്ട്. ആ സ്റ്റേജിലാണ് ആളുകൾ പെർഫോം ചെയ്യേണ്ടത്. ആ പെർഫോമൻസ് കാണാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം കിട്ടിയപ്പോൾ മാർക്കും ക്യൂനയും ഫെരിനും യുവാനും അവിടെ ഇരിപ്പുറപ്പിച്ചു. മാർക്കും ക്യൂനെ ഇരിക്കുന്ന പടിയുടെ മുകളിലത്തെ പടിയിലാണ് അങ്കിൾ യുവാനും ഫെരിനും ഇരിക്കുന്നത്. അവരവിടെ ഇരുന്ന് അവിടെ കാണുന്ന സ്റ്റാളുകളിലേക്കും സ്റ്റേജിലേക്കൊക്കെ നോക്കുമ്പോൾ ആ സ്റ്റേജിൽ ചാര നിറത്തുള്ള കുപ്പായം ധരിച്ച ഒരാളെത്തി. അയാളുടെ കയ്യിൽ ഒരു വാളുണ്ട്. അയാളെ ശ്രദ്ധിക്കുന്ന ആളുകളെ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ 3 തലമുറകളുടെ അറിവ് സമ്പാദിച്ച് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുത്ത സോഡ. ഈ വാളിന്റെ കപ്പാസിറ്റി ഞാൻ ഇതാ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ആ സ്റ്റേജിൽ ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ ഇരുമ്പ് കഷ്ണത്തിലേക്ക് അയാൾ ആ വാള് കൊണ്ട് ആഞ്ഞു വെട്ടി. ആ ഇരുമ്പ് കഷ്ണം ശരിക്കും ഒരടി പൊക്കത്തിലും നീളത്തിലുമൊക്കെ ഉള്ള ഒരു വലിയ കട്ടിയാണ്. ആ കട്ടിയിൽ അയാൾ വാള് കൊണ്ട് ആഞ്ഞെന്ന് വെട്ടിയതും ആ കട്ടി 2ആയിട്ട് അങ്ങ് മുറിഞ്ഞു. അമ്പരപ്പിക്കുന്ന പവറുള്ള ഒരു വാൾ, അങ്ങനെ ആ വാളിനെ വിളിക്കാൻ പറ്റും. അത് കണ്ടതും സകല ആളുകളും കൈയടിച്ചു. ശരിക്കും അവിടെ നടക്കുന്നത് ഒരു മത്സരമാണ്. ആ മത്സരത്തിന് മാർക്കിടാനായി ജഡ്ജസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോഴാണ് മാർക്ക് കണ്ടത്. അത് കഴിഞ്ഞ് അവിടേക്ക് വന്നത് പച്ച നിറത്തിലുള്ള ഒരു വസ്ത്രം ധരിച്ച ഒരു കക്ഷിയാണ്. അയാളുടെ കയ്യിലുള്ളത് ഒരു നീളമുള്ള കത്തിയാണ്. അയാളെ കത്തി എല്ലാവരും ഒന്ന് കാണിച്ചു. അയാൾ ജഡ്ജസിനെ ഒന്ന് നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, ഇത് സ്പിരിറ്റ് എസൻസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന കത്തിയാണ്. ഇതിന് തകർക്കാൻ കഴിയാത്തതായി ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ കത്തി കൊണ്ട് അവിടെ വെട്ടിമുറിക്കപ്പെട്ട കണ്ട ആ ഇരുമ്പ് കട്ടയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരച്ചു. ശരിക്കും അയാൾ സിക്സാക്ക് രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ചതും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച അവിടെ സംഭവിക്കുകയാണ്. ആ ഇരുമ്പ് കട്ട കഷ്ണമായി ചിതറി പൊടികളായി മാറി. ആ കത്തിയുടെ പവർ ശരിക്കും സങ്കല്പങ്ങൾക്ക് അപ്പുറമാണ്. വെണ്ണ കട്ടിയൊക്കെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കും പോലെ അയാൾ ആ കത്തി കൊണ്ട് ആ ഇരുമ്പ് കട്ടയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതാണ്. ശരിക്കും സ്വാഭാവികമായിട്ടും എല്ലാ സ്റ്റോളുകളിൽ നിൽക്കുന്ന ആളുകളും ആ കാഴ്ച കണ്ട് കൈയടിച്ചു. ആ കൈയടി സ്വാഭാവികമായിട്ടും മാർക്കിടുന്ന ആളുകളെ സ്വാധീനിക്കുമെന്ന് ആ കത്തി പ്രദർശിപ്പിച്ച വ്യക്തിക്കറിയാം. അതുകൊണ്ട് തന്നെ അയാൾ എല്ലാവരും ഒന്ന് തൊഴുതിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഓരോ ആളുകളായി വന്ന് വ്യത്യസ്ത ആയുധങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കും ക്യൂനെ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെ ഒരാളെത്തി. അയാൾ ക്യൂനെ ഒന്ന് നോക്കിയിട്ട്
ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹേയ് സുന്ദരി, നീ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? നീ എനിക്കൊപ്പം വാ. തികച്ചും അപ്രതീക്ഷിതമായിട്ട് ഒരു ചെറുപ്പക്കാരൻ വന്ന് അങ്ങനെ ക്യൂനോട് പറഞ്ഞപ്പോൾ ക്യൂന അവനൊന്ന് സൂക്ഷിച്ചു നോക്കി. ക്യൂന അവനെ സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും അവൻ താഴ്ന്ന് മുകളിലേക്ക് കയറി ക്യൂനയുടെ തൊട്ടടുത്തിരുന്നു. 3 പേർക്ക് ഇരിക്കാവുന്ന ഒരു ബെഞ്ചിലാണ് യഥാർത്ഥത്തിൽ മാർക്കും ക്യൂന ഇരുന്നത്. ക്യൂനയുടെ ഇടതുവശത്തായിട്ട് ആ വ്യക്തി ഇരുന്നതും ക്യൂന അസ്വസ്ഥതയോടെ ഒന്ന് മാർക്കിനടുത്തേക്ക് നീങ്ങി. അത് കണ്ട ആ മനുഷ്യൻ അയാളുടെ കൂടെ വന്ന ആളുകളെ ഒന്ന് നോക്കി. അയാളുടെ ഒരു ശിഷ്യൻ താഴെ നിൽക്കുകയാണ്. അവൻ മാർക്കിനെ നോക്കി മാർക്കിനോട് പറഞ്ഞു, ഏയ് നീ എന്തിനാ അവിടെ ഇരിക്കുന്നത്? എണീക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് കയറി മാർക്കിന്റെ കൈ പിടിച്ച് ഒറ്റ വലി. അവൻ മാർക്കിന്റെ കൈ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അവനൊരു പ്രതീക്ഷയുണ്ട്, ഒറ്റ വലിക്ക് ആ ഇരിക്കുന്ന ചെറുപ്പക്കാരനെ വലിച്ച് താഴെ ഇടാമെന്ന്. പക്ഷെ അവൻ 2 വലി വലിച്ചിട്ടും ഒരു അനക്കവുമില്ല. അയാള് ലേശം അമ്പരപ്പോടെ മാർക്കിനെ ഒന്ന് നോക്കുമ്പോഴേക്കും മാർക്ക് ഇടത് കൈ കൊണ്ട് ഒരൊറ്റയാടി. മാർക്കിന്റെ വലത് കൈയിലാണ് അവൻ അവന്റെ 2 കൈ കൊണ്ട് പിടിച്ച് വലിച്ചത്. പക്ഷെ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഇടത് കൈ അവന്റെ കവിൾ പതിഞ്ഞതും അവൻ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ സമ്മർസാൾട്ട് അടിച്ച് മാർക്കും ടീമും ഇരിക്കുന്ന ഭാഗത്തു നിന്ന് ഏകദേശം മറുഭാഗത്ത് പോയി വീണു. സ്റ്റേജിൽ ഈ സമയത്ത് പ്രോഗ്രാം നടക്കുകയാണ്. ആളുകളുടെയൊക്കെ ശ്രദ്ധ ആ സ്റ്റേജിലാണ്. അതേ സമയത്ത് ചില ആളുകളെങ്കിലും ഒരുത്തം വന്ന് തറ വീണ് കാണുകയും ചെയ്തു. എന്താണ് സംഭവിച്ചതെന്ന് അവരത് കണ്ടിട്ടില്ല. ഇതുപോലുള്ള കശപശകളൊക്കെ ഇത്തരം മത്സരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമാണല്ലോ. പക്ഷെ ആ രംഗം അത്ര സ്വാഭാവികമായിട്ട് ക്യൂനയുടെ അടുത്തിരിക്കുന്ന ആൾക്ക് തോന്നിയില്ല. അയാൾ ചാടി എണീറ്റ് മാർക്കിന്റെ മുന്നിലേക്ക് വന്നു. ഏയ്, നീ ക്യാമ്പൽ കുടുംബത്തെയാണ് തൊട്ടിരിക്കുന്നത്. ഞാൻ ആരെന്ന് എനിക്കറിയാവോ? ഞാൻ റേ ക്യാമ്പലാണ്. റേ ക്യാമ്പൽ എന്നൊക്കെ അയാൾ ഉറക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അടുത്തിരിക്കുന്ന ആളുകളൊക്കെ അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആളുകൾ താഴെ നിന്ന് ഉറക്കെ ശബ്ദിക്കുന്ന ക്യാമ്പലിനെയും ആ ക്യാമ്പലിനെ കൗതുകപൂർവ്വം നോക്കുന്ന ചെറുപ്പക്കാരനെയും കണ്ടു. ആ ചെറുപ്പക്കാരൻ സാക്ഷാൽ മാർക്ക് ഫെല്ലർ ആണല്ലോ. മാർക്ക് അവനെ നോക്കിയിട്ട് അവനോട് പറഞ്ഞു, ഏയ് മാറി നിൽക്ക്, ഞാൻ ആ മത്സരം കാണുന്ന കണ്ടില്ലേ. മാർക്ക് വളരെ കൂളായി അങ്ങനെ പറഞ്ഞത് ആ ക്യാമ്പലിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. റേ ക്യാമ്പൽ പെട്ടെന്ന് മുന്നോട്ട് കുതിച്ച് ഒരൊറ്റ ഇടി. അവന് മാർക്കിന്റെ പുറത്ത് ആഞ്ഞിടിക്കണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അവന്റെ ശക്തി ആ പെൺകുട്ടിയെ കാണിക്കാൻ വേണ്ടി കൂടിയാണ് അവൻ ചാടി എണീറ്റ് മാർക്കിനെ ആഞ്ഞിടിച്ചത്. മാർക്കിന്റെ ബോഡിയിൽ അവന്റെ കൈ പതിച്ചതും അവൻ തെറിച്ച് പുറകോട്ട് വീണു. അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ ആ സുന്ദരിക്കൊപ്പം ഇരിക്കുന്ന ചെറുപ്പക്കാരനെ ആഞ്ഞിടിച്ചപ്പോൾ അവന്റെ കയ്യിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുകയായിരുന്നു. ഇരുമ്പിൽ നമ്മൾ കൈ കൊണ്ട് ആഞ്ഞിടിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന അതേ തരിപ്പ്. ആ സുന്ദരിക്കൊപ്പം ഇരിക്കുന്ന ചെറുപ്പക്കാരനായ മാർക്കിനെ കണ്ടാൽ അറിയാം അവനൊരു റിവേർഷൻ ഔട്ട്സ്റ്റേജുകാരനാണ്. മാർക്കിന്റെ ഓറ ആ ലെവലിലേക്ക് ഒന്ന് കുറച്ച് പിടിച്ചിരിക്കുകയാണ്. ഇവിടെ ആ ചെറുപ്പക്കാരന് മാർക്കിന് യഥാർത്ഥ ശക്തി മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് അവൻ മാർക്കിനെതിരെ ഒന്ന് പ്രതികരിച്ചത്. തനിക്ക് എന്തോ അബദ്ധം പറ്റി എന്ന ഒരു ധാരണയിൽ താഴെ വീണ ക്യാമ്പൽ ചാടി എണീറ്റ് മുന്നോട്ട് കുതിച്ച് മാർക്കിനെതിരെ വീണ്ടും പാഞ്ഞു വന്നു. ഒരു സുന്ദരിയുടെ മുന്നിൽ ആളാകാൻ ശ്രമിക്കുന്ന സമയത്ത് തെറിച്ച് വീണാൽ ആർക്കായാലും ഒരു അപമാന ഭാരവും ദേഷ്യമൊക്കെ തോന്നുമല്ലോ. ആ സുന്ദരിയുടെ മുന്നിൽ താനൊരു ആണാണെന്ന് തെളിയിക്കണമല്ലോ. ആ ഒരു മൈൻഡ് സെറ്റിലാണ് ശരിക്കും റേ ക്യാമ്പൽ. റേ ക്യാമ്പൽ ആ വീണ സ്ഥലത്ത് നിന്ന് ചാടി എണീറ്റ് അതിവേഗം പറന്നുയർന്ന് മാർക്കിന് നേരെ പാഞ്ഞു വരികയാണ്. മാർക്ക് ക്യൂനയ്ക്കൊപ്പം ആ സീറ്റിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. മാർക്കിന്റെ അടുത്തേക്ക് ആ ചെറുപ്പക്കാരൻ പാഞ്ഞെത്തിയതും മാർക്ക് വലത് കൈകൊണ്ട് ഒരൊറ്റയാടി. ശരിക്കും മാർക്കിനെ അവൻ അന്തരീക്ഷത്തിൽ നിന്ന് ആഞ്ഞിടിച്ചിരുന്നു. ആ ഇടി മാർക്കിന്റെ പുറത്ത് കൊള്ളും മുമ്പ് മാർക്കിന്റെ കൈ അവന്റെ കവിളിൽ പതിച്ചു. മാർക്കിന്റെ അടിയേറ്റ് ആകാശത്തേക്ക് ഒരു പട്ടം പോലെ പറന്ന ആ ക്യാമ്പൽ കറയിറങ്ങി തറയിൽ വീണു. ഈ സമയത്ത് ഏതാണ്ട് 95% ആളുകളുടെ ശ്രദ്ധ സ്റ്റേജിലാണ്. അവിടെ ഗംഭീര പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പുറകുവശത്ത് നടന്ന ആ അടി എല്ലാവരുടെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അവിടെ സാധാരണഗതി ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകൾ അവരുടെ അടുത്ത് ആരെങ്കിലും വന്ന് വീണാലും അല്പം മാറി നിന്ന് സ്റ്റേജിലേക്ക് നോക്കും. അതാണ് അവിടുത്തെ ഒരു രീതി. കയ്യൊക്കെ ഉള്ളവൻ കാര്യക്കാരനാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. തറയിലേക്ക് ഒരു ശബ്ദത്തോടെ വീണ റേ ക്യാമ്പൽ ചുറ്റും ഒന്ന് നോക്കി.
ആരും അയാളെ ശ്രദ്ധിക്കുന്നതില്ല. അയാൾ അവിടെ പവലിലിരിക്കുന്ന മാർക്കിനെയും ക്യൂനെയും ഒന്ന് നോക്കിയിട്ട് ഒന്ന് പല്ലുറുമിയിട്ട് അവിടെ നിന്ന് അതിവേഗം പുറത്തേക്ക് പോവുകയാണ്. അവൻ അവൻ്റെ കൂട്ടുകാരെയോ അല്ലെങ്കിൽ അവൻ്റെ സഹായികളോ വിളിക്കാൻ വേണ്ടിയാണ് അതിവേഗം ഓടുന്നത്. ഈ സമയത്ത് സ്റ്റേജിൽ ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ കയ്യിൽ ഒരു കത്തിയാണ് ഉള്ളത്. ഏകദേശം ഒരടിയോളം നീളമുള്ള ഒരു കത്തി. ആ കത്തി അവൻ എല്ലാവരെയും കാണിച്ചു. ആ കത്തി എല്ലാവരെയും കാണിച്ച അവനെ സ്വയം പരിചയപ്പെടുത്തി. എൻ്റെ പേര് വിക്ടർ ഫാങ് എന്നാണ്. ഞാൻ ഈ കത്തിയിൽ ചില ഫോർമേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവൻ ആ കത്തി ഇടത് കൈയിലേക്ക് പിടിച്ചിട്ട് വലത് കൈകൊണ്ട് ആ കത്തിയിൽ ഒന്ന് തടയി തുടങ്ങി. മാർക്ക് ഉൾപ്പെടെ സകല ആളുകളും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അങ്ങനെ നോക്കുമ്പോൾ ഒരു സാധാരണ കത്തിയായ ആ ഇരുമ്പ് കത്തി പതുക്കെ പതുക്കെ നിറം മാറുകയാണ്. അവൻ ഓരോ തവണ ആ കത്തിയിലേക്ക് കൈ തൊടുമ്പോഴും ആ കത്തിയിലേക്ക് ഒരു ശക്തി കയറി വരും പോലെ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. എന്താണ് അവൻ ചെയ്യുന്നത് ചോദിച്ചാൽ ആർക്കും ഒരു പിടിയില്ല. അവൻ വീണ്ടും വീണ്ടും ആ കത്തിയിൽ ഓരോ ആക്ഷൻ കാണിക്കുമ്പോൾ മാർക്ക് ആ ആക്ഷൻ പെട്ടെന്ന് തിരിച്ചറിയുകയാണ്. അവൻ്റെ പിതാവിൻ്റെ ശേഖരത്തിലുള്ള ഫോർമേഷൻ ടെക്നിക്കുകളിൽ ഒന്നാണ് ആ ചെറുപ്പക്കാരൻ അവിടെ കാഴ്ചവെക്കുന്നത്. ഒരു സാധാരണ വസ്തുവിനെ പോലും ഫോർമേഷൻ സംവിധാനം ഉപയോഗിച്ച് മാറ്റം വരുത്താനുള്ള ഒരു ടെക്നിക്ക്, സ്റ്റാക്കിംഗ് ഫോർമേഷൻ ടെക്നിക്ക് എന്നാണ് മാർക്കിൻ്റെ പിതാവ് അതിന് നൽകിയിരിക്കുന്ന പേര്. അനവധി ഫോർമേഷൻ ടെക്നിക്കുകൾ ഒരു വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ശക്തി സ്വാഭാവികമായും വർദ്ധിക്കുന്ന ഒരു ടെക്നിക്ക്. സാധാരണഗതിയിൽ ഒരു ഫോർമേഷൻ അനവധി വസ്തുക്കളുടെ ഒരു ശൃംഖല വഴിയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒറ്റ വസ്തുവിൽ അനവധി ഫോർമേഷൻ ടെക്നിക്കുകൾ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് ആ ഒറ്റ വസ്തുവിന് അനവധി വസ്തുക്കൾ ചേർന്നാലുള്ള ബലം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ശക്തി ഉണ്ടാക്കുന്ന ഒരു പരിപാടി. മാർക്ക് കൗതുകത്തോടെ അങ്ങനെ നോക്കുമ്പോഴേക്കും ആ ഫോർമേഷൻ ആക്ടിവിറ്റീസ് അയാൾ പൂർത്തീകരിച്ചു. ഇപ്പോൾ അയാളുടെ കയ്യിലിരിക്കുന്ന ആ കത്തി ശരിക്കും തിളങ്ങുന്നുണ്ട്. ആ തിളക്കത്തിൽ കാണുന്ന കളർ ഏതെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ പറ്റുന്നില്ല. ആ കളർ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അനവധി കളറുകൾ അതിവേഗം ആ കത്തിയിലേക്ക് മാറുകയാണ്. അയാൾ ആ കത്തി നേരത്തെ അവിടെ അരിഞ്ഞിട്ട ആ ഇരുമ്പ് കഷ്ണങ്ങൾക്ക് നേരെ വെറുതെ ഒന്ന് കാണിച്ചതും ആ ഇരുമ്പ് കഷ്ണങ്ങൾ ആ നിമിഷം ചെറുപൊടികളായി മാറി അന്തരീക്ഷത്തിൽ അങ്ങ് ലയിച്ചു. അൺബിലീവബിളി പവർഫുൾ എന്നൊക്കെ പറയുന്ന ശൈലിയിലുള്ള ഒരു കത്തി. ഇരുമ്പിനെ നിഷ്പ്രയാസം വായുവാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ശേഷി ആ കത്തിക്കുണ്ടെന്ന് ആ കത്തിയുടെ ആ പെർഫോമൻസ് വിളിച്ചു പറയുകയാണ്. മാർക്ക് ഹോളി റീജിയനിൽ ഒരുപാട് ശക്തരായ ആളുകളുള്ളത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇത് മാർക്കിൻ്റെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള ഒരു കപ്പാസിറ്റിയാണ്. മാർക്ക് കൗതുകത്തോടെ ആ കാഴ്ചകൾ നോക്കി വയ്ക്കുമ്പോൾ സ്റ്റേജിലേക്ക് മറ്റൊരു വ്യക്തി കൂടി വന്നു. അയാളുടെ കയ്യിലുള്ളത് ഒരു വാളാണ്. ആ വന്ന വ്യക്തി എതിരാളിയോട് പറഞ്ഞു, ഓക്കെ, നിന്റെ കത്തി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഈ സോഡിന് മുന്നിൽ നീ ഒന്നുമേ അല്ല. നമുക്ക് പരസ്പരം മത്സരിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ആ നിമിഷം മുതലാണ് യഥാർത്ഥത്തിൽ മത്സരത്തിൻ്റെ ഗതി മാറുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ എതിരാളിയോട് മത്സരിക്കേണ്ട സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ വന്ന വ്യക്തിയുടെ സോഡിൽ അതിശക്തമായ സോഡ് ലൈറ്റ് ഉണ്ട്. അയാളെ വാൾ അന്തരീക്ഷത്തിൽ നിന്ന് വീശുമ്പോൾ ശക്തമായ പ്രകാശം അവിടെ അലയടിക്കുന്നുണ്ട്. അത് കണ്ടതും മാർക്കിൻ്റെ പുറകിരിക്കുന്ന യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാനുള്ള അനുവാദമില്ല. സ്പിരിച്വൽ എനർജി ഉപയോഗിക്കുന്ന ആൾ അയാളുടെ ലെവലിലുള്ള ആളുമായിട്ട് മാത്രമേ അത് ഉപയോഗിക്കാനും പാടുള്ളൂ. മുകളിലുള്ള ആൾ താഴെയുള്ള ആളുടെ മുകളിൽ സ്പിരിച്വൽ എനർജി ഉപയോഗിച്ചാൽ ആ ആള് ഉടൻ ശിക്ഷിക്കപ്പെടും. ശരിക്കും ദൈവികമായ ഒരു സാന്നിധ്യം ആ ശിക്ഷ നടപ്പാക്കാനായി അവിടെ അദൃശ്യമായി ഉണ്ട്. മാർക്ക് കൗതുകത്തോടെയാണ് ആ കാര്യം കേട്ടത്. ഒരു തരത്തിലും അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരു ഏരിയയാണ് അതെന്നാണ് മാർക്ക് അതുവരെ ധരിച്ചത്. പക്ഷെ ആ ഏരിയയിലും ശക്തൻ അശക്തന്റെ മുകളിൽ കുതിര കയറുന്ന പരിപാടി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. മാർക്ക് കൗതുകത്തോടെ അത് കേട്ടുകൊണ്ട് സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ വാൾ ഉപയോഗിക്കുന്ന ആളും ആ കത്തി ഉപയോഗിക്കുന്ന ആളും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ആരംഭിച്ചിരിക്കുകയാണ്.
കത്തി ഉപയോഗിക്കുന്ന ആള് ആ രണ്ട് കൈ കൊണ്ടും ആ കത്തി അന്തരീക്ഷത്തിൽ നിന്ന് വീശുമ്പോൾ സ്വാഭാവികമായിട്ടും വാൾ ഉപയോഗിക്കുന്ന ആളും അതനുസരിച്ച് വീശുകയാണ്. അവരുടെ ആ രണ്ട് ഡിവൈൻ വെപ്പണുകളുടെയും ആ പ്രകാശങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടിമുട്ടും. സ്വാഭാവികമായിട്ടും ആ പ്രകാശം ഏത് ഭാഗത്തേക്കാണോ മുന്നേറുന്നത് ആ ഭാഗത്ത് ഒരു വിജയം ഉണ്ടാകും. കത്തിയുടെ പ്രകാശത്തെ വാളിൻ്റെ പ്രകാശം മറികടന്നാൽ വാള് ഉപയോഗിക്കുന്ന ആൾ വിജയിച്ചു. മറിച്ചാണ് സംഭവിക്കുന്നതിൽ കത്തി ഉപയോഗിക്കുന്ന ആൾ വിജയിച്ചു. കത്തി ഉപയോഗിക്കുന്ന ആളുടെ അതിശക്തമായ പ്രകാശം ആ വാളിൻ്റെ പ്രകാശത്തെ അങ്ങനെ തൊട്ടു. സോഡ് ലൈറ്റും അതുപോലെ ആ സാബർ ലൈറ്റും ഒന്ന് കൂട്ടിമുട്ടിയിരിക്കുകയാണ്. അത് തമ്മിൽ അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ സകല ആളുകളിലും വല്ലാത്തൊരു ടെൻഷനോടുകൂടി ആ സ്റ്റേജിലേക്ക് നോക്കുകയാണ്. ആ സ്റ്റേജിൻ്റെ ഒത്ത നടക്ക് ആ ലൈറ്റുകൾ അങ്ങനെ കൂട്ടിമുട്ടി നിൽക്കുകയാണ്. രണ്ടും വിട്ടുകൊടുക്കാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുമ്പോൾ ഏതാനും മിനിറ്റ് കഴിഞ്ഞതും ആ കത്തിയുടെ പ്രകാശം ആ സോഡ് ലൈറ്റിനെ മറികടന്നു. സോഡ് ലൈറ്റിനെ അത് മറികടന്നതും സ്വാഭാവികമായിട്ടും അതിനൊരു ബാക്ക്ലാഷ് ആ സോഡ് പിടിച്ചിരിക്കുന്ന വ്യക്തിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. അയാൾ പുറകോട്ട് തെറിച്ചു. ശരിക്കും അയാളുടെ വായിൽ നിന്ന് ചോര വരികയും ചെയ്തു. അയാളുടെ ഇന്റേണൽ എനർജിയാണ് യഥാർത്ഥത്തിൽ ആ വാളിലൂടെ സോഡ് ലൈറ്റായി ആ കത്തി ഉപയോഗിക്കുന്ന ആളുടെ ആ പ്രകാശത്തെ തടുത്തുകൊണ്ടിരുന്നത്. അയാളാണ് യഥാർത്ഥത്തിൽ അപ്പോൾ പരാജയപ്പെട്ടത്. തെറിച്ചു വീണ അവൻ ആ വാള് കയ്യിലെടുത്തു. ഏയ്, ആരും അറിയാത്ത ഒരുത്തൻ എന്നെ തോൽപ്പിക്കുകയോ, അത് അനുവദിക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ പെട്ടെന്ന് അയാളുടെ ആ ശക്തി അങ്ങ് വർദ്ധിപ്പിച്ചു. അവിടെ ആ മത്സരം നടക്കുന്ന സമയത്ത് ആ സോഡ് ഉപയോഗിച്ച ആള് അയാളുടെ ലെവല് താഴ്ത്തി പിടിച്ചിട്ടാണ് മത്സരിച്ചിരിക്കുന്നത്. അയാള് ഒരു മൈറ്റി ലെവലുകാരൻ്റെ ശക്തിയിലേക്ക് താഴ്ന്നിട്ടാണ് യഥാർത്ഥത്തിൽ ആ വിക്ടർ വാങ് ഫെങ്ങിനോട് മത്സരിച്ചത്. ആ വിക്ടർ വാങ് ഫെങ്ങിനോട് അയാൾ പരാജയപ്പെട്ടതും അയാൾ പെട്ടെന്ന് അയാളുടെ ശക്തി അങ്ങ് വർദ്ധിപ്പിച്ചു. അയാളുടെ ലെവൽ വർദ്ധിപ്പിച്ചുകൊണ്ട് അയാൾ ആ സോഡ് ആക്ടിവേറ്റ് ചെയ്ത് അതിശക്തമായി ഒന്ന് വായുവിൽ വീശി. ശരിക്കും അതിശക്തമായ ഒരു സോഡ് ലൈറ്റ് ആ നിമിഷത്തിൽ ആ കത്തി ഉപയോഗിക്കുന്ന വിക്ടർ വാങ് ഫെങ്ങിന് നേരെ പാഞ്ഞു വന്നു. ആ കാഴ്ച ഒരുപാട് ആളുകൾ കാണുകയാണ്. അവർക്കെല്ലാം ആ നിമിഷം ആ കാര്യം മനസ്സിലായി. ആ സോഡ് ലൈറ്റിൽ ആ വിക്ടർ വാങ് ഫെങ് കൊല്ലപ്പെടുമെന്ന്. പക്ഷെ ആ സോഡ് ലൈറ്റ് അയാളെ തൊടുന്നതിന് തൊട്ട് മുന്നേ ആ സോഡ് ലൈറ്റിനെ ഒരു സുവർണ പ്രകാശം തടുത്തു. ആ സുവർണ പ്രകാശം ആ ലൈറ്റിനെ തടുത്തതും ആ സോഡ് ഉപയോഗിച്ച വ്യക്തി ഒന്നിന്റെ സ്റ്റെപ്പ് പുറകോട്ട് മാറി. ശരിക്കും അതിശക്തമായി അയാളെ ആരോ തള്ളി മാറ്റിയതുപോലെ അയാൾ തോന്നുകയായിരുന്നു. അയാൾ ഞെട്ടി ഒന്ന് നോക്കുമ്പോൾ ആ സ്റ്റേജിൽ ഒരു വ്യക്തി നിൽക്കുകയാണ്. ആ വ്യക്തി കൈയൊന്ന് അനക്കിയപ്പോഴാണ് ശരിക്കും അയാൾ പുറകോട്ട് മാറിയത്. സ്റ്റേജിൽ നിൽക്കുന്ന ആള് ആ സോഡ് ലൈറ്റുകാരെ ഒന്ന് നോക്കുപോലും ചെയ്യാതെ വാങ് ഫെങ്ങിനെ ആ സ്റ്റേജിന് നടുക്കോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ട് അയാളുടെ കൈ പിടിച്ച് ഉയർത്തി എല്ലാവരെയും കാണിച്ചു. ഇത് മിസ്റ്റർ വിക്ടർ ഫെങ്, ഇയാളാണ് ഇന്നത്തെ മത്സരത്തിലെ വിജയി. ആ സോഡ് ഉപയോഗിച്ച വ്യക്തി ആ അനൗൺസ്മെന്റ് കേട്ട് ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. അയാൾ പെട്ടെന്ന് അയാളുടെ വാളുമായി ആ സ്റ്റേജിലേക്ക് ഓടി വന്നു. അയാൾ ഓടി വരുമ്പോൾ ആ സ്റ്റേജിലേക്ക് സിറ്റിലോട് ഹീ യാനിക്കും ഓടിക്കേറി. അതേ നിമിഷത്തിൽ ആ സോഡ് ഉപയോഗിച്ച വ്യക്തിയുടെ പിതാവും ഓടിക്കേറി. മൂന്നാല് ആളുകൾ ഓടിക്കേറുകയാണ്. ഒരു ഫൈറ്റ് ആ സ്റ്റേജിൽ നടക്കാൻ സാധ്യതയുണ്ടെന്ന് കാണികൾക്ക് തോന്നിയ സമയത്ത് സ്റ്റേജിലേക്ക് ഓടിക്കേറിയ ഹീ യാനിക്ക് കൈ നിവർത്തി ആ സോഡ് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ കവളിൽ ഒറ്റയാടി. കാണികളുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായ ഒരു കാര്യമാണ് അവിടെ സംഭവിച്ചത്. കാണികൾ പ്രതീക്ഷിച്ചത് ആ സ്റ്റേജിലേക്ക് കയറി വന്ന് ആ വിക്ടർ ഫെങ്ങിനെ വിജയായി പ്രഖ്യാപിച്ച മനുഷ്യനെ ഹീ യാനിക്ക് നേരിടുമെന്നാണ്. ഹീ യാനിക്ക് സിറ്റി ലോഡാണ്. സിറ്റി ലോഡ് അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ സ്റ്റേജിൽ സകലരും വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ സോഡിന്റെ ഉടമയെ ആഞ്ഞ് അടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ആ അടി അവന്റെ കവിളിൽ പതിക്കുമ്പോഴാണ് അവന്റെ പിതാവ് ഓടിക്കേറിയത്. അയാള് അമ്പരപ്പോടെ സിറ്റി ലോഡിനോട് ചോദിച്ചു, ഏയ് സിറ്റി ലോഡ്, എന്താ ഇത്? എന്റെ മകൻ എന്തിനാ തല്ലിയത്? മിണ്ടരുത്. ഹീ യാനിക്കിന്റെ ശരിക്കും ഒരു അലർച്ചയാണ് ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായത്. സ്റ്റേജിലേക്ക് ഓടിക്കയറുകയായിരുന്ന പല ആളുകളും ആ അലർച്ച കേട്ട് അറിയാതെ നിന്നു പോവുകയാണ്. സിറ്റിലോട് ഹീ യാനിക്ക് ശരിക്കും ഒരു വൻ സംഭവമാണ്.
അയാൾ അതിശക്തനായതുകൊണ്ടാണ് അയാൾ ആ സിറ്റിയുടെ ലോഡ് ആയത് തന്നെ. അയാൾ അങ്ങനെ അലറിയതും വല്ലാത്തൊരു അമ്പരപ്പോടെ ആളുകൾ അയാളെ നോക്കുമ്പോൾ ഹി യാനിക്ക് തിരിഞ്ഞ് മാർക്ക് ഫെല്ലറോട് പറഞ്ഞു, ക്ഷമിക്കണം, അറിയാതെ പറ്റിപ്പോയതാണ്. ശരിക്കും വിക്ടർ വാങ് ഫെങ് തന്നെയാണ് വിജയി. അങ്ങനെ പറഞ്ഞുകൊണ്ട് സിറ്റിയിലോട് ഓടി വന്ന് ആ വിക്ടർ വാങ് ഫെങ്ങിന്റെ കൈ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി എല്ലാ ആളുകളോടായി പറഞ്ഞു, ഇന്നത്തെ മത്സരത്തിലെ വിജയി വിക്ടർ വാങ് ഫെങ് ആണ്. നമ്മുടെ പ്രിയ സുഹൃത്ത് മാർക്ക് പറഞ്ഞതാണ് ശരി. ഒരുപാട് കാണികൾ അവിടെ ഉണ്ട്, അനവധി സ്റ്റാളുകളിലായിട്ട്. സകല ആളുകളും അമ്പരപ്പോടെ ആ സ്റ്റേജിൽ നിൽക്കുന്ന മാർക്കെന്ന് ആ സിറ്റിയിലൂടെ പരിചയപ്പെടുത്തിയ ആളെ അറിയാതെ നോക്കി പോവുകയാണ്. ഈ സമയത്ത് ദൂരെ ആ പവലിയനിൽ ക്യൂനയും അങ്കിൾ യുവാനും ഫെനിനും അമ്പരന്ന് നിൽക്കുകയാണ്. അവരാരും പ്രതീക്ഷിച്ചില്ല മാർക്ക് ഫെല്ലർ അവിടെ നിന്ന് അതിവേഗതയിൽ സ്റ്റേജിലേക്ക് ഇരച്ചു കയറുമെന്നും ഈ ഒരു സീന് സൃഷ്ടിക്കുമെന്നും. ഈ സമയത്ത് വല്ലാതെ വിറച്ചു നിൽക്കുകയായിരുന്ന വാങ് ഫെങ് മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, താങ്ക് യു, ഞാൻ അവസാനിച്ചു എന്നാണ് കരുതിയത്. ഹേയ് സുഹൃത്തെ, നിങ്ങൾ ശരിക്കും ഒരു ജീനിയസാണ്. നിങ്ങളുടെ കഴിവ് ഞാൻ കൃത്യമായി കണ്ടു. അതുകൊണ്ട് നിങ്ങൾ ഞാൻ രക്ഷിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കൈയൊന്ന് അനക്കിയതും മാർക്കിൻ്റെ കയ്യിൽ ഒരു ഗുളിക വന്നു. അയാൾ ആ ഗുളിക ആ വ്യക്തിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതൊന്ന് കഴിച്ച് നിന്റെ പരിക്കുകൾ ഇത് ഭേദമാക്കും. മാർക്ക് കൊടുത്ത ഗുളിക രണ്ടാമതൊന്നും ആലോചിക്കാതെ വാങ്ങിയെ കഴിക്കുകയും ചെയ്തു. ആ സോഡും ആ കത്തി തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നിടയിൽ അവനും പരിക്കേറ്റിരുന്നു. ആ ഗുളിക കഴിച്ചതും അവന് ശരിക്കൊരു ആശ്വാസവും ഒരു ഉണർവും ഉണ്ടാവുകയാണ്. അവൻ്റെ ഉള്ളിലുള്ള ഇന്റേണൽ മുറിവുകളൊക്കെ അതിവേഗതയിൽ കരിയുന്നത് പോലെ അവന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അവനങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ മാർക്കിനോട് ചോദിച്ചു, ബ്രദർ, അങ്ങൊരു ആൽക്കമിസ്റ്റ് ആണോ? അങ്ങനെയും പറയാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും വാങ് മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, അങ്ങെങ്കിൽ എൻ്റെ കൂടെ വരണം, അങ്ങക്ക് ഞാൻ ഒരു കൂട്ടം കാണിച്ചു തരാം. ഓക്കെ വാങ്, ഞാൻ വരാം. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് വാങ്ങിനൊപ്പം അവിടെ നിന്ന് നടന്നു തുടങ്ങി. വാങ്ങുമായി മാർക്ക് ഫെല്ലർ നടന്നു പോകുമ്പോൾ ആ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് സിറ്റി ലോർഡ് ഹി യാനിക്. മാർക്കും വാങ്ങും അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞതും സിറ്റി ലോർഡ് അയാളുടെ ചുറ്റും നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഏയ്, നീയൊക്കെ ജീവൻ രക്ഷിച്ചത് ഭാഗ്യം കൊണ്ടാണ്. അവനെങ്ങാനും നീ തൊട്ടിരുന്നെങ്കിൽ എല്ലാവരും അവസാനിച്ചേനെ. ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ മാർക്ക് ഫെല്ലർ വന്നിറങ്ങിയ നിമിഷത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഹി യാനിക്കിന് നല്ല ഓർമ്മയുണ്ട്. 5 ട്രൂ സെയിന്റുകളെ നിഷ്പ്രയാസം കൊന്നൊടുക്കിയ മാർക്കിന് അവരാരും ഒരു വിഷയമേ അല്ല. ഈ സമയത്ത് മാർക്ക് സാക്ഷാൽ വാങ് ഒന്നിച്ച് നടന്ന് എത്തിയത് ഒരു മലഞ്ചെരിവിലാണ്. അവിടെ അധികം ആൾതാമസമൊന്നുമില്ല. ആ ഭാഗത്തേക്ക് നടക്കുമ്പോൾ മാർക്കിനെ ശരിക്കും അതിശയപ്പെടുത്തിയത് അവിടുത്തെ സ്പിരിച്വൽ എനർജി ഇല്ലായ്മയാണ്. സ്പിരിച്വൽ എനർജി തീരെ ഇല്ലാത്ത സ്ഥലത്ത് ഒരു മൈറ്റി ലെവൽ കൾട്ടിവേറ്ററായി ആ വ്യക്തി മാറിയിരിക്കുന്നു. അതിലേറെ മാർക്കിനെ അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ ഫോർമേഷൻ സംവിധാനങ്ങളിലുള്ള അറിവാണ്. അവൻ ഉപയോഗിച്ച ആ ഫോർമേഷൻ, ആ സ്റ്റാക്കിംഗ് ഫോർമേഷൻ അമ്പരപ്പിക്കുന്നതാണ്. മാർക്ക് അവനോട് ചോദിച്ചു, ഹേയ് വാങ്, ഈ സ്പിരിച്വൽ എനർജി ഇല്ലാത്ത സ്ഥലത്ത് നീ എങ്ങനെയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ബ്രദർ മാർക്ക്, വേറെ എന്ത് ചെയ്യാനാ ബ്രദർ മാർക്ക്, മറ്റെന്ത് ചെയ്യാനാ എനിക്ക് പറ്റുക? ഇവിടെ സ്പിരിച്വൽ എനർജി വളരെ അപൂർവമായിട്ടേ ലഭിക്കത്തുള്ളൂ. എവിടെയെങ്കിലും സ്പിരിച്വൽ എനർജി ഉണ്ടെന്ന് കണ്ടാൽ ആ ഭാഗത്ത് ഉടൻ ശക്തിയുള്ള ആരെങ്കിലും ഇരച്ചെത്തും. പിന്നെ അവരുടെ അധീനതയിലാവും ആ സ്പിരിച്വൽ എനർജിയുടെ ശേഖരം. അത് സ്റ്റോൺ ആണെങ്കിലും എസൻസ് ആണെങ്കിലും അല്ല ഉറവയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ അന്തരീക്ഷത്തിൽ പൊതുവെ സ്പിരിച്വൽ എനർജി കുറവാണ്. മാർക്കിന് ആ വിക്ടർ വാങ് ഫെങ്ങിന്റെ മറുപടി ഒരു അതിശയവും ഉണ്ടാക്കിയില്ല. ഭൂമിയിലും ഹോളി റീജിയനിലും എല്ലായിടത്തും കഥ ഒന്ന് തന്നെയാണ്. കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ. കയ്യൊക്കുള്ളവൻ്റെ കയ്യിൽ എപ്പോഴും സമ്പത്തുണ്ടാവും. ഇവിടെ ആ ഹോളി റീജിയനിൽ മാർക്ക് അത് കൃത്യമായി കണ്ടു.
മാർക്കിനെ പോലുള്ള ആളുകൾക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് റിസോഴ്സസ് വേണം. പക്ഷെ ആ റിസോഴ്സസ് മുഴുവൻ ഉള്ളത് അവിടുത്തെ അരിസ്റ്റോക്രാറ്റിക് കുടുംബങ്ങളുടെ കയ്യിലാണ്. അവർക്ക് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് കടക്കാൻ അതുകൊണ്ട് തന്നെ എളുപ്പമാണ്. മാർക്കിനെ പോലുള്ള ആളുകൾ വളരെ വളരെ അപകടകരമായ സ്ഥലങ്ങളിൽ ചെന്നിട്ടാണ് മാർക്കിന് ആവശ്യമായ സംവിധാനങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഡാർക്ക് എനർജി ആണെങ്കിലും സ്പിരിച്വൽ എനർജി ആണെങ്കിലും മാർക്കിന് അത് കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. മാർക്ക് ശരിക്കും ഇപ്പോൾ മാർക്കിനെയാണ് ആ വാങ് ഫെങ്ങിൽ കാണുന്നത്. മാർക്ക് കടന്നു വന്ന വഴികളിലൂടെയാണ് ആ വിക്ടർ വാങ് ഫെങ് കടന്നു വരുന്നത്. മാർക്ക് കണ്ണുനടച്ച് ചുറ്റും ഒന്ന് നിരീക്ഷിച്ചു. പെട്ടെന്ന് മാർക്കിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. മാർക്ക് വാങ് ഫെങ്ങിനെ ഒന്ന് നോക്കിയിട്ട് മാർക്കിന്റെ വലത് കൈ അവിടെ അങ്ങ് ദൂരെയായി കാണുന്ന ആ മലയുടെ നേരെ ഒന്ന് ചൂണ്ടി. പെട്ടെന്ന് മാർക്കിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം അതിവേഗതയിൽ ആ തുറസായ സ്ഥലത്തുകൂടി അങ്ങ് ദൂരെ കാണുന്ന മലയിൽ വന്നൊന്ന് ഇടിച്ചു. ആ ഭാഗത്ത് മാർക്കിന്റെ ആ വിരലിൽ നിന്നുള്ള പ്രകാശം ഇടിച്ചതും അവിടെ ചെറുതായിട്ട് ഒന്ന് തിളങ്ങി. ചെറിയ സ്ഫോടനം ഉണ്ടായി. അമ്പരപ്പിക്കുന്ന ആ രംഗം കണ്ട വാങ് ഫെങ് വല്ലാത്ത കൗതുകത്തോടെ ആ മലയിലേക്ക് നോക്കുമ്പോൾ മാർക്ക് പറഞ്ഞു, ഏയ് വാങ്, നിനക്ക് ആവശ്യമായ സ്പിരിച്വൽ എനർജി ആ മലയിലുണ്ട്. അതവിടെ സ്റ്റോർഡാണ്. എനിക്ക് തോന്നുന്നത് അത് അവിടെ ആരോ സീൽ ചെയ്ത് വെച്ചതാണെന്നാണ്. ആ സീല് നിനക്ക് വേണ്ടി ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സ്പിരിച്വൽ എനർജി കണ്ടുപിടിക്കാനുള്ള മാർക്കിന്റെ അസാമാന്യമായ ആ എബിലിറ്റിയുടെ ശക്തി ഒരുപാട് കൂടിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ ആ സാന്നിധ്യം കണ്ടുപിടിക്കാൻ മാർക്ക് ശരിക്കും നന്നായി കോൺസെൻട്രേറ്റ് ചെയ്യണമായിരുന്നു. അവിടെ പൈറോയിൽ മാർക്ക് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് സ്പിരിച്വൽ സാന്നിധ്യം കണ്ടെത്തി അതിനെ ഫോളോ ചെയ്ത് മിസ്റ്റിക് വേൾഡുകളിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ മാർക്കിന് ഒന്ന് കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ കൃത്യമായും കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള, അതായത് വൻ അളവിൽ സ്പിരിച്വൽ എനർജി കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മാർക്ക് ആ കാര്യം പറഞ്ഞതും വാങ് ഫെങ്ങിനുണ്ടായ അതിശയത്തിന് അളവുകളില്ലെന്ന് പറയാം. വാങ് ഫെങ് മാർക്കിനോട് പറഞ്ഞു, ബ്രദർ, ഞാനെങ്കിൽ ഒരു കൂട്ടം കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ മാർക്കിനെ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ച് അവിടെയുള്ള ഒരു പീഠത്തിരുത്തി. മാർക്കിനെതിരായി അവനും ചപ്രപടിഞ്ഞിരുന്നു. അവൻ മാർക്കിനോട് പറഞ്ഞു, ബ്രദർ ഒന്ന് കണ്ണടച്ചോളൂ. ബ്രദറും എനിക്കൊപ്പം ധ്യാനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ പഠിച്ചൊരു കാര്യം ഇപ്പോൾ ബ്രദറിനെ കാണിക്കും. അവൻ അങ്ങനെ പറഞ്ഞതും മാർക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ കണ്ണുകൾ ഇറുക്കി അടച്ചു. വാങ് ഫെങ്ങും കണ്ണുകൾ അടച്ച് ധ്യാനത്തിലാണ്. ഏതാനും സെക്കൻഡുകൾ അങ്ങനെ കടന്നുപോയി കാണും. പെട്ടെന്ന് മാർക്കിന്റെ മനസ്സിൽ ഒരു ചലച്ചിത്രം അങ്ങനെ കണ്ടു തുടങ്ങി. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ഒരു സിനിമ കാണും പോലെ അനവധി രംഗങ്ങൾ മാർക്കിന്റെ മനസ്സിലൂടെ അങ്ങനെ കടന്നു വരികയാണ്. ശരിക്കും വേഗതയിലാണ് ആ ചിത്രങ്ങൾ കടന്നു വരുന്നത്. ഏകദേശം അരമണിക്കൂറെങ്കിലും മാർക്ക് ആ ചിത്രങ്ങൾ കണ്ടു കാണും. ആ ചിത്രങ്ങളിലൂടെ മാർക്ക് കാണുന്നതെല്ലാം മാർക്കിനെ തന്നെയാണ്. മാർക്കിന്റെ ലൈഫിന്റെ ഭാവിയാണ് യഥാർത്ഥത്തിൽ മാർക്ക് കണ്ടത്. ഭൂതവും വർത്തമാനവുമല്ല, ഭാവി. മാർക്ക് ഭാവിയിൽ ഏറ്റെടുക്കാൻ പോകുന്ന ടാസ്കുകൾ ഓരോന്നും എത്രമാത്രം അപകടമുണ്ടെന്നും ആ അപകടം എവിടെ കൂടെ വരുമെന്നൊക്കെ മാർക്കിന് കൃത്യമായി കാണാൻ പറ്റുകയാണ്. വിയർത്ത് കുളിച്ചുപോയ മാർക്ക് പെട്ടെന്ന് കണ്ണ് അറിയാതെ തുറന്നുപോയി. മാർക്ക് തന്റെ എതിരെ കണ്ണടച്ചിരിക്കുന്ന വാങ് ഫെങ്ങിനോട് പറഞ്ഞു, ഏയ് വാങ്, നിർത്ത്. മാർക്ക് പറയുന്ന കേട്ട് വാങ് കണ്ണു തുറന്നു. അയാളും ശരിക്കും വിയർത്ത് കുളിച്ചിട്ടുണ്ട്. ബ്രദർ, ഇത് ഞാൻ യാദൃശ്യവശാൽ കണ്ടെത്തിയ ഒരു സൂത്രവാക്യമാണ്. നമുക്ക് ഒരാളുടെ ഭാവി പ്രവചിക്കാൻ പറ്റും അയാളുടെ മനസ്സിലൂടെ. ബ്രദർ കണ്ടത് ബ്രദറിന്റെ ഭാവി തന്നെയാണ്. തന്റെ എതിരിരിക്കുന്ന ആളിന് ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ആ ആളിന്റെ മനസ്സിലൂടെ അയാളെ കാണിച്ചു കൊടുക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ടെക്നിക്കാണ് വാങ് ഫെങ് അവിടെ മാർക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത്. മാർക്ക് ഇപ്പോഴും ആ കണ്ട കാഴ്ചകളുടെ നടുക്കത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. ഒരുപാട് കാലങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള കാഴ്ചയിലേക്കൊന്നും മാർക്ക് യഥാർത്ഥത്തിൽ പോയില്ല. അടുത്തതായി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് മാർക്ക് കണ്ടുകൊണ്ടിരുന്നത്. ഒരുപാട് വെല്ലുവിളികൾ മാർക്കിനടുത്തേക്ക് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കിനെ ശരിക്കും ആ കാര്യങ്ങൾ അമ്പരപ്പിച്ചിരിക്കുകയാണ്. മാർക്ക് അവിടുന്ന് എണീറ്റ് വാങ്ങിനോട് പറഞ്ഞു, വാങ്, നിന്റെ ശേഷി അസാമാന്യമായ ഒന്നാണ്. ഞാൻ നിനക്കൊരു കാര്യം തരാം. അങ്ങനെ മാർക്ക് പറഞ്ഞതും മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് ഒരു പ്രകാശം അതിവേഗതയിൽ
വിക്ടർ വാങ് ഫെങ്ങിന്റെ നെറ്റിയിൽ വന്ന് പതിച്ചു. ആ ലൈറ്റ് വിക്ടറിന് നെറ്റി പതിച്ചതും വിക്ടറിന് ഒരു കുളിര് പോലെ ഒരു അനക്കമുണ്ടായി. മാർക്ക് അയാളോട് പറഞ്ഞു, ഇത് ഫോർമേഷനുകളുടെ ഒരു ശേഖരമാണ്. ഫോർമേഷനിൽ നിനക്കുള്ള താല്പര്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഞാനിത് നിനക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. മാർക്കിൻ്റെ പിതാവ് മാർക്കിന് നൽകിയിരിക്കുന്ന ആ ഫോർമേഷനുകളുടെ ലൈബ്രറിയിൽ നിന്ന് ഒരു നല്ല ഭാഗം മാർക്ക് ആ വിക്ടർ വാങ് ഫെങ്ങിന് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ശരിക്കും അത് മാർക്ക് ഓപ്പൺ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചാൽ മാർക്ക് ചോദിക്കുന്ന എന്ത് കിട്ടും. മാർക്ക് അത് അങ്ങനെ വിൽക്കാൻ വയ്ക്കാതെ ആ വിക്ടർ വാങ്ങിന് കൊടുക്കുകയായിരുന്നു. വിക്ടർ വാങ്ങിൽ മാർക്ക് കാണുന്നത് മാർക്ക് ഫെല്ലറെ തന്നെയാണ്. മാർക്ക് പുതിയ പുതിയ അറിവുകൾ നേടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടം മാർക്കിൻ്റെ മനസ്സിൽ ഇപ്പോഴും പച്ചപിടിച്ചിരിക്കുകയാണ്. വിക്ടർ ആകെ ഞെട്ടി നിൽക്കുകയാണ്. പെട്ടെന്ന് മാർക്കൊന്ന് കൈ അനക്കിയതും മാർക്കിൻ്റെ കയ്യിൽ ഒരു ബോട്ടിലൂടെ വന്നു. മാർക്കിൻ്റെ ആ മാന്ത്രിക നിലവറിൽ നിന്ന് മാർക്ക് പുറത്തെടുത്ത ആ ബോട്ടിൽ ഏകദേശം 100 പില്ലുകളുണ്ട്, 100 ഗുളികൾ. മാർക്ക് ആ ബോട്ടിൽ വിക്ടറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. വിക്ടർ, ഇത് ഞാൻ തയ്യാറാക്കിയ സ്പിരിറ്റ് ഗ്യാതറിംഗ് പിൽസാണ്. ഇതും നീ ഉപയോഗിക്കുക. നേരത്തെ ആ മലയിൽ ഞാൻ നിനക്ക് വേണ്ടി ബ്രേക്ക് ചെയ്ത ആ സ്പിരിച്വൽ എനർജിയും പിന്നെ ഞാൻ നിനക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്ന ആ ഫോർമേഷനും നീ ശരിയായി ഉപയോഗിച്ചാൽ അധികം നാൾ കഴിയുമ്പോൾ നീ ഒരു ശക്തനായി മാറും. കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, അത് നിനക്ക് ഗുണം ചെയ്യും. പിന്നെ ആ ഡിവൈൻ ടെക്നിക്ക് നീ അധികം ഉപയോഗിക്കണ്ട. ചില ആളുകൾക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടില്ലെന്ന് വരും. മറ്റുള്ളവരുടെ ഭാവി നമ്മൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്താൽ വരാനിരിക്കുന്ന ആ ദുരന്തം മുന്നിൽ കാണുമ്പോൾ ചിലരെങ്കിലും ആ ദുരന്തത്തെ അവതരിപ്പിച്ച വ്യക്തിയോട് പ്രതികാര മനോഭാവത്തോടുകൂടി ഇടപെടാൻ സാധ്യതയുണ്ട്. എല്ലാവരുടെ ഭാവിയും എപ്പോഴും ശോഭനമായിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ലല്ലോ. അത് മാർക്കിന് അറിയാം. അതുകൊണ്ടാണ് മാർക്ക് ആ കാര്യം വിക്ടറോട് പറഞ്ഞത്. വിക്ടറോട് അങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്ക് അതിവേഗം അവിടെ നിന്ന് തിരിച്ചു. ലൈൻവേയുടെ ഫോർമുലയിൽ മാർക്ക് അവിടെ നിന്ന് കുതിക്കുകയായിരുന്നു പറയാം. മാർക്ക് ക്യൂനെയും യുവാനെയും ഫെനിനും വരുന്ന സ്ഥലത്തേക്കാണ് പാഞ്ഞെത്തിയത്. മാർക്ക് അവിടെ എത്തുമ്പോൾ അവരവിടെ ഇല്ല. അവര് കപ്പലിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. മാർക്ക് അവിടെ എത്തുമ്പോൾ രാത്രിയായിട്ടുണ്ട്. ആ രാത്രിയിൽ മാർക്ക് അവിടെ നിന്ന് സാവധാനം ആ കപ്പലുള്ള ഭാഗത്തേക്ക് അങ്ങനെ നടക്കുകയാണ്. പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് മാർക്ക് നടക്കുന്നത്. മാർക്കിൻ്റെ മനസ്സിൽ ഹോളി റീജിയനിലേക്കുള്ള ആ യാത്രയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഹോളി റീജിയനിൽ എത്രയും പെട്ടെന്ന് മടങ്ങിയെത്തണം. അവിടെ ആ ഷൈൻ എമിലി ബ്ലാക്കിനെ സ്വന്തമാക്കുന്ന ആ ഇൻസിഡന്റ് സംഭവിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് മാർക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് മാർക്കിന് അതിശക്തമായ ഒരു പ്രഷർ അനുഭവപ്പെട്ടു. ചുറ്റുമുള്ള വായു മാർക്കിനെ പ്രസ് ചെയ്യും പോലെ മാർക്കിന് ഒരു തോന്നൽ. അങ്ങനെ തോന്നിയതും മാർക്ക് പെട്ടെന്ന് തന്നെ മാർക്കിന്റെ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്ക് ആക്ടിവേറ്റ് ചെയ്തു. മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത് സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിന്റെ 9th ലെവലാണ്. മാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാക്ടീസ് കൊണ്ടിരുന്നത് ആ ബോഡി ടെക്നിക്കിന്റെ വിവിധ തലങ്ങളാണ്. മാർക്ക് അങ്ങ് മിഡിൽ സിറ്റിയിലായിരിക്കുന്ന സമയത്ത് ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിന്റെ ലെവൽ 1 പഠിച്ചത്. അവിടെ നിന്ന് കാലം ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ മാർക്കിനിപ്പോൾ 9th ലെവല് ഉപയോഗിക്കാൻ പറ്റുകയാണ്. 9th ലെവൽ എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒരു കവറേജാണ്. അതും ട്രൂ സെയിന്റുകൾക്ക് മാത്രമുള്ള കവറേജാണ്. മാർക്കിന്റെ ബോഡിക്ക് ചുറ്റും ആ സുവർണ പ്രകാശം അങ്ങനെ അലയടിച്ചതും മാർക്കിന്റെ തൊട്ടു മുന്നിലായി ആ ഇരുട്ടത്ത് ഒരു കണ്ണ് പ്രത്യക്ഷപ്പെട്ടു. ഒരു കറുത്ത കണ്ണ്. ചുറ്റും ഇരുട്ടാണ്. ആ ഇരുട്ടിൽ ആ കണ്ണിന്റെ കൺപീലികളും കൃഷ്ണമണിയും മാത്രമാണ് കാണാൻ കഴിയുക. ആ കണ്ണ് മാർക്കിനെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. ചിരിക്കുമ്പോൾ ശബ്ദവും കേൾക്കാം. ഏയ്, ആരാ നീ? മാർക്ക് ആ ചോദ്യം ചോദിച്ചതും ആ ശബ്ദം ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, ഏയ്, നീ കൊള്ളാമല്ലോ. നീ ആ ഗാർഡിയന്റെ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. കാലങ്ങൾക്ക് മുമ്പ് ആ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിൽ ആളുകളെ എത്തിച്ച് അവിടെ ഒരു കോളനി സൃഷ്ടിച്ച അതേ ഗാർഡിയന്റെ വിശ്വവിഖ്യാതമായ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്ക് ഇതാ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഒരു യുവാവ് അവതരിപ്പിക്കുകയാണ്. അതിൻ്റെതായ ഒരു അമ്പരപ്പ് ആ കണ്ണിനുണ്ടെന്ന് അർത്ഥം. കണ്ണ് അത് പറഞ്ഞതും മാർക്ക് ഫെല്ലർ അയാളോട് ചോദിച്ചു, ഏയ്, ആരാ നീ? അതിന് മറുപടി പറയാതെ അയാൾ ഉറക്കെ പറഞ്ഞു, ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിന്നെ കൊല്ലാൻ എനിക്കൊരു കൊട്ടേഷൻ ഉണ്ട്. അങ്ങനെ ആ കണ്ണ് പറഞ്ഞതും ശക്തമായ ഒരു മിന്നൽ മാർക്കിന് നേരെ പാഞ്ഞു വന്നു.
മാർക്ക് ആ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിന്റെ 9th ലെവലിൽ നിൽക്കുകയാണ്. തനിക്കെതിരെ പാഞ്ഞു വന്ന മിന്നലിനെ ആ അവസ്ഥയിൽ മാർക്ക് ശക്തമായി പഞ്ച് ചെയ്തു. അതിശക്തമായി മാർക്ക് ആ മിന്നലിനെ പഞ്ച് ചെയ്യുമ്പോൾ ആ മിന്നൽ ഒന്ന് തകർന്നു. അത് കണ്ടതും ആ കണ്ണ് മാർക്കിനോട് പറഞ്ഞു, കൊള്ളാം, ആബ്സല്യൂട്ട് ബിഗിനിങ് സേക്രഡ് ഫിസ്റ്റ്. നീ ആ ഗാർഡിയന്റെ അടുത്ത അടവും പുറത്തെടുത്തിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ശബ്ദം വീണ്ടും അങ്ങനെ കേട്ടതും മാർക്ക് ഫെല്ലർ ചുറ്റും നോക്കി. മാർക്കിന് ആകെ കാണാൻ കഴിയുന്നത് ആ ഇരുട്ടത്ത് ആ കണ്ണ് മാത്രമാണ്. ആ പരിസരത്ത് ഒരു കുഞ്ഞു പോലുമില്ല. മാർക്ക് ഉടൻ സർവശക്തി കേന്ദ്രീകരിച്ച് ഒന്ന് ചാടി ഉയർന്ന് ഒരൊറ്റ ഇടി. ആ കണ്ണിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ ആ 10,000 സ്പെൽസ് ബ്രേക്കിംഗ് ഫിസ്റ്റ് ആ കണ്ണിന്റെ അടുത്തെത്തിയിരുന്നു. ഇരുട്ടത്ത് അതിവേഗതയിൽ ഒരു പ്രകാശബിംബം ആ കണ്ണിൽ ഇടിച്ചതും ആ കണ്ണ് ഒത്തിരി പുറകോട്ട് തെറിച്ചു. പക്ഷെ ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞതും ആ കണ്ണ് വീണ്ടും പഴയ സ്ഥലത്തെത്തി. ഹേയ് മാർക്ക്, നീ നിന്റെ ശക്തി വീണ്ടും തെളിയിച്ചു അല്ലേ? പക്ഷെ മാർക്ക്, നിന്നെ അവസാനിപ്പിക്കാനായി ഹോളി റീജിയൻകാർ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ എനിക്കത് ചെയ്തു കൊടുത്തല്ലേ പറ്റൂ. അത് കേട്ടതും മാർക്ക് ആ കണ്ണിനോട് പറഞ്ഞു, ആ ഹോളി റീജിയനിലെ ആ ചവർ ഫാമിലിക്കാർ എന്നെ തൊടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല, ഞാൻ നടത്തിക്കില്ല. ഹേ മാർക്ക്, നിന്റെ അഹങ്കാരം എന്നോട് വേണ്ട. അങ്ങനെ പറഞ്ഞതും ആ കണ്ണ് പെട്ടെന്നാണ് അതിശക്തമായ പ്രകാശബിംബുകൾ തുരുതുര മാർക്ക് നേരെ തൊടുത്തത്. ആ പ്രകാശം തനിക്കെതിരെ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്ക് പെട്ടെന്ന് കൈയൊന്ന് അനക്കി. ഉടൻ മാർക്കിന്റെ മുന്നിലായി ഒരു സീല് പ്രത്യക്ഷപ്പെട്ടു. ആ സീല് കണ്ടതും ആ കണ്ണ് ഉറക്കെ പറഞ്ഞു, ഓ, ഗാർഡിയന്റെ അടുത്ത ടെക്നിക്ക്. മാർക്കിന്റെ പിതാവിൽ നിന്ന് മാർക്ക് പഠിച്ചിരിക്കുന്ന ആ സീലാണ് മാർക്ക് അവിടെ രൂപീകരിച്ചത്. ആ സീൽ തട്ടി ആ കണ്ണിന്റെ പ്രകാശം തകർന്നതും പെട്ടെന്ന് അനവധി പ്രകാശരശ്മികൾ ആ കണ്ണിന്റെ ഭാഗത്തുനിന്ന് ആകാശത്തേക്ക് ഒന്ന് കുതിച്ച് താഴേക്ക് അതിവേഗം പാഞ്ഞു വന്നു. മാർക്ക് മുന്നിലുള്ള പ്രകാശത്തെ തടയ്ക്കാനാണ് ആ സീൽ ഉപയോഗിച്ചത്. മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ പ്രകാശം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ മാർക്കിന്റെ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ ആക്ടിവേറ്റ് ചെയ്തു. ആ നിമിഷത്തിൽ മാർക്കിന്റെ തലയ്ക്ക് മുകളിലായി ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടൻ വന്നു. മുകളിൽ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനും മുന്നിൽ ആ സീലും മാർക്കിന്റെ ബോഡിക്ക് ചുറ്റുമായി ഊജിയുടെ ആ ഡ്രസ്സുമാണ് മാർക്കിന്റെ പ്രൊട്ടക്ഷൻ. അതിന് പുറമെയാണ് സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കിന്റെ കവർ. ഇതൊക്കെ ഉണ്ടായിട്ടും അതിശക്തമായ ഒരു പ്രഷർ മാർക്കിന് ഫീൽ ചെയ്യുകയാണ്. മാർക്കിന്റെ മുകളിലേക്ക് പ്രകാശരശ്മികൾ ടൺ കണക്കിന് വന്നു വീഴുകയാണ്. ആ ശൂന്യതയിൽ അനവധി സൂര്യന്മാരിൽ നിന്ന് പ്രകാശം മാർക്കിന് മുകളിലേക്ക് വീഴുമ്പോൾ മാർക്ക് 2 കൈ കൊണ്ട് ആ പ്രകാശത്തിനെതിരെ പഞ്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ മാർക്കിന് ഒരു കാര്യം മനസ്സിലായി. മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ ശരിക്കും മാർക്കിന്റെ തന്നെ ഒരു വെളുത്ത പ്രതിമയുണ്ട്. വളരെ ഒരു നേർത്ത നെന്മണി പോലെ ആദ്യം മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ ഒരു പ്രകാശം ഉണ്ടായിരുന്നു. ആ പ്രകാശം ഈ കഴിഞ്ഞ കാലങ്ങൾ കൊണ്ട് വളർന്ന് ഒരു കുഞ്ഞ് ആളിന്റെ രൂപത്തിലെത്തിയിരിക്കുകയാണ്. ആ ആളാണ് യഥാർത്ഥത്തിൽ മാർക്ക് ഫെല്ലർ. അതാണ് മാർക്കിന്റെ ഡിവൈൻ സെൻസ്. ആ ഡിവൈൻ സെൻസിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ആ പ്രകാശത്തിന്റെ ആക്രമണം നടക്കുന്നത്. മാർക്കിന്റെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനായി മാർക്കിന് ആ ഊജിയുടെ ഡ്രസ്സും ആ വെനറബിൾ ഫിഫ്ത്ത് മൗണ്ടനും അതുപോലെ സെയിൻറ്റ്ലി ബോഡി ടെക്നിക്കും ഉണ്ട്. പക്ഷെ മാർക്കിന്റെ ആ ഡിവൈൻ സെൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ മാർക്കിന് അധിക സംവിധാനങ്ങളൊന്നുമില്ല. മാർക്കിനേക്കാൾ കപ്പാസിറ്റി ഉള്ള ആരെങ്കിലും മാർക്കിന്റെ ഡിവൈൻ സെൻസിനെ അറ്റാക്ക് ചെയ്താൽ മാർക്ക് വീണു പോകും. അത് മാർക്കിന് നന്നായിട്ട് അറിയാം. മാർക്ക് സർവശക്തിയുമെടുത്ത് തനിക്കെതിരെ പാഞ്ഞു വരുന്ന ആ പ്രകാശരശ്മികളെ തടയ്ക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ കണ്ണിൽ നിന്ന് ഒരു പ്രകാശം നേരെ പാഞ്ഞ് മാർക്കിന്റെ നെറ്റിയിലേക്ക് വന്നു. ആ പ്രകാശം മാർക്കിന് നേരെ പാഞ്ഞു വരുന്ന കണ്ടതും മാർക്കിന്റെ നെറ്റിയിൽ നിന്ന് അതിശക്തമായ പ്രകാശം തിരിച്ചു പാഞ്ഞു. ആ പ്രകാശം ആ കടൽ ചെന്ന് ഇടിക്കുന്ന ആ നിമിഷത്തിൽ മാർക്കിന്റെ ഡിവൈൻ സെൻസിലെ ആ സുവർണ്ണ നിറത്തിലുള്ള രൂപത്തിൽ ആ കണ്ണിൽ നിന്നുള്ള പ്രകാശം ശക്തമായി വന്ന് തറച്ചു. മാർക്ക് ആകെ ഒന്ന് കിടുങ്ങി. ആ ഡിവൈൻ സെൻസ് എന്ന് പറയുന്ന ആ സുവർണ്ണ രൂപം 2ആയി കീറി മുറിയുന്ന പോലെ ഒരു തോന്നൽ മാർക്കിനുണ്ടായി. അത് സ്വാഭാവികമായിട്ടും മാർക്കിന്റെ പ്രകാശമായിട്ട് തെറിച്ചുപോയ കണ്ണ് കണ്ടിരിക്കുന്നു. ആ കണ്ണ് മാർക്കിനോട് പറഞ്ഞു, നീ എൻ്റെ 2 ഡിവൈൻ രൂപങ്ങളെയാണ് തകർത്തത്. മാർക്കിനെ അറ്റാക്ക് ചെയ്യുന്ന ആള് ശരിക്കും കണ്ണിന്റെ രൂപത്തിൽ 2 ക്ലോൺ സൃഷ്ടിച്ചിരുന്നു. ആദ്യത്തെ ക്ലോൺ മാർക്ക് തകർത്തു, 2ാമത്തെ ക്ലോണും മാർക്ക് തകർത്തു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത്. അയാൾ മാർക്കിന്റെ തകർച്ച കാണുകയും ചെയ്തു. അയാൾ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, നീ ശക്തനൊക്കെ തന്നെയാണ്, പക്ഷേ എനിക്ക് കൊട്ടേഷൻ നൽകിയ ആളുകൾക്ക്
നീ അവസാനിക്കണമെന്ന് നിർബന്ധമുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ കൈ ഒന്ന് ഉയർത്താൻ ശ്രമിച്ചതും അയാൾക്ക് എന്തോ ഒന്ന് ഫീൽ ചെയ്തു. അയാൾ പെട്ടെന്ന് ഞെട്ടിത്തിരിയുമ്പോൾ അയാളിൽ നിന്ന് കുറച്ച് പുറകിലായി ഒരു പ്രകാശം കേന്ദ്രീകരിക്കപ്പെടുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പ്രകാശം ഒരു രൂപമായി മാറുന്ന കണ്ടതും അയാൾ തിരിഞ്ഞു പോലും നോക്കാതെ പെട്ടെന്ന് അവിടുന്ന് അങ്ങ് വിദൂരതയിലേക്ക് അപ്രത്യക്ഷമായി. പോകുന്ന വഴിക്ക് അയാൾ സ്വയം പറയുകയും ചെയ്തു, ഗാർഡിയൻ ഗാർഡിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അതിവേഗം അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. ഈ സമയത്താണ് മാർക്ക് ഫെൽഡ് അടുത്തേക്ക് ആ ക്യൂനൻ കുടുംബത്തിന്റെ വാർഷിപ്പ് പാഞ്ഞു വന്നത്. വാർഷിപ്പിലുള്ള ക്യൂന ഉറക്കെ വിളിച്ചു പറയുകയാണ്, മാർക്ക് കേറിക്കോ. മാർക്ക് സർവശക്തിയും സമാഹരിച്ച് ഒരൊറ്റ ജമ്പ്. ആ ജമ്പിൽ മാർക്ക് ആ ക്യൂനൻ കുടുംബത്തിന്റെ ഷിപ്പിലെത്തി. മാർക്ക് തന്റെ എതിരാളി പാഞ്ഞു പോയത് യഥാർത്ഥത്തിൽ കണ്ടിരുന്നില്ല എന്നതാണ് ശരി. ആ യുദ്ധം തുടങ്ങിയ നിമിഷത്തിൽ മാർക്കിന്റെ ടെലിപ്പതി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ക്യൂനയ്ക്ക് ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു, ആ കപ്പലുമായി അവിടേക്ക് വരാൻ. അവള് ആ നിർദ്ദേശം കിട്ടിയതും കപ്പലുമായി പാഞ്ഞു വരികയായിരുന്നു. ഇതിനിടയിൽ ആ കണ്ണ് മാർക്കിനെ 3 തവണ ശക്തമായി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. മാർക്ക് കപ്പലിനകത്തേക്ക് ചാടി വീണതും അങ്കിൾ യുവാൻ ആ കപ്പൽ ഒരു പ്രത്യേക ദിശയിലേക്ക് തിരിച്ചിട്ട് അതിവേഗം പാഞ്ഞു പോവുകയാണ്. ആ നിമിഷത്തിൽ ആ അന്തരീക്ഷത്തിൽ പ്രകാശം ഒരു രൂപമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രൂപമായി മാറുന്ന പ്രകാശം വലതു ഭാഗത്തേക്ക് പാഞ്ഞു പോയ ആ കണ്ണിനെയും ഇടതു ഭാഗത്തേക്ക് പാഞ്ഞു പോകുന്ന ആ കപ്പലിനെയും ഒന്ന് നോക്കി. മാർക്ക് ഫെല്ലറെ പോകുന്ന ദിശയിലേക്ക് അല്പനേരം നോക്കി നിന്നിട്ട് ആ രൂപം ആ കണ്ണ് പോയ ഭാഗത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഏതാനും സെക്കൻഡുകൾ അങ്ങനെ സൂക്ഷിച്ചു നോക്കി നിന്ന ആ പ്രകാശം അല്പസമയം കഴിഞ്ഞതും ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷമായി. ഈ സമയത്ത് ആ കണ്ണ് ഒരുപാട് ദൂരേക്ക് എത്തിയിരുന്നു. ആ കണ്ണിനോട് ആ കണ്ണിന്റെ ഡിവൈൻ സെൻസ് ഒരു കാര്യം പറഞ്ഞു, ക്രീമർ, നീ കക്ഷിച്ച് രക്ഷപ്പെട്ടത്. ഇവിടെ ലെവലിന് മുകളിലുള്ള ആളുകൾ ആ ശക്തി താഴെയുള്ള ആളുകളുടെ മുകളിൽ ഉപയോഗിക്കരുന്ന നിയമമുണ്ട്, നീ അത് മറന്നു. ശരിക്കും മാർക്ക് എന്ന ട്രൂ സെയിന്റിന്റെ മുകളിൽ ശക്തിയുള്ള ആളാണ് ക്രീമർ. ആ ക്രീമർ അയാളുടെ ലെവലിൽ നിന്നുകൊണ്ടാണ് മാർക്കിനെ അറ്റാക്ക് ചെയ്തത്. അവിടെ അത് പാടില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചെയ്താൽ ഗാർഡിയൻ ആ ആളെ ശിക്ഷിക്കും എന്നുള്ള കാര്യം അവിടെ എല്ലാവർക്കും അറിയാം. ഗാർഡിയന്റെ അദൃശ്യമായ രൂപം കണ്ടതും അതുകൊണ്ടാണ് ക്രീമർ ഓടി രക്ഷപ്പെട്ടത്. ക്രീമർ അയാളുടെ ഡിവൈൻ സെൻസിനോട് പറഞ്ഞു, കഷ്ടിച്ച രക്ഷപ്പെട്ടത്. അതെ എനിക്കത് മനസ്സിലായി. പക്ഷേ എനിക്ക് മനസ്സിലാക്കാത്ത കാര്യം ആ ഹോളി റീജിയൻകാർ എന്തിനാ ഇവനെ കൊല്ലാൻ ശ്രമിക്കുന്നതെന്നാണ്. ആ ഹോളി റീജിയനിൽ അനവധി ട്രൂ സെയിന്റുകളുണ്ട്. ആ ട്രൂ സെയിന്റുകൾ ഈ ക്രീമർക്ക് അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്തത് എന്തിനാണ്? അതാണ് ക്രീമർക്ക് മനസ്സിലാകാത്തത്. ക്രീമർ അയാളുടെ കമ്പാനിയൻ കൂടിയായ ആ ഡിവൈൻ സെൻസിനോട് പറഞ്ഞു, എന്നെ പാട്ടിലാക്കാൻ വേണ്ടി അവര് 3 ട്രിബുലേഷൻ ലെവൽ ആയുധമാണ് എനിക്ക് എത്തിച്ചു നൽകിയത്. ട്രിബുലേഷൻ ലെവലിലുള്ള 3 ആയുധങ്ങൾ ടെലിപ്പോർട്ടേഷൻ പ്ലാറ്റ്ഫോമിലൂടെ ആ ക്രീമർക്ക് എത്തിച്ചു കൊടുത്ത് അയാളെ കൊണ്ട് മാർക്കിനെ കൊല്ലിക്കാൻ യാവോ കുടുംബവും ഷീ കുടുംബവും തീരുമാനം എടുത്തിരുന്നു. എന്തിനാണ് ആ തീരുമാനം എടുത്തെന്നുള്ള കാര്യം ക്രീമർക്ക് അറിയില്ല. ക്രീമർ അവർ ആവശ്യപ്പെട്ട പ്രകാരം മാർക്കിനെ കൊലപ്പെടുത്താനായി മാർക്ക് വരുന്ന വഴിയിൽ കാത്തു നിന്നതാണ്. ഈ സംഭവങ്ങളൊന്നും ശരിക്കും മാർക്കിന് അറിയില്ല. ആ കപ്പൽ നല്ല വേഗത്തിൽ പായുകയാണ്. മാർക്ക് ക്യൂനോട് ചോദിച്ചു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മാർക്കല്ലേ എന്നോട് പറഗേറ്ററിയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്? ആ ബ്ലാക്ക് കോണ്ടിനെന്റിനകത്ത് ശരിക്കും ഒരു നരകമുണ്ട്. മാർക്ക് അവിടെ എത്തിയ സമയത്ത് മാർക്കിനെ അറ്റാക്ക് ചെയ്യാനായി അവിടെയുള്ള ആ വലിയ കുടുംബങ്ങളെല്ലാം കൂടി ചേർത്ത് സൃഷ്ടിച്ച ആ നരകമല്ല, യഥാർത്ഥത്തിൽ ഒരു നരകമുണ്ട്, പറഗറ്ററി എന്ന് വിളിക്കപ്പെടുന്ന ആ നരകം. അവിടേക്ക് പോകാനാണ് മാർക്ക് ക്യൂനയോട് ടെലിപ്പതി ഉപയോഗിച്ച് പറഞ്ഞത്. ക്യൂന അത് പറഞ്ഞതും മാർക്കിന്റെ മനസ്സിൽ വിക്ടർ വാങ് ഫെങ്ങിന്റെ വസതി വെച്ച് മാർക്ക് കണ്ട ആ രംഗം കടന്നു വരികയാണ്. മാർക്ക് യഥാർത്ഥത്തിൽ ആ അറ്റാക്ക് കണ്ടിരുന്നു. ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്ന സ്ഥലവും മാർക്ക് ആ ചിത്രങ്ങൾക്കിടയിൽ കണ്ടിരുന്നു. അത് പറഗറ്ററിയാണ്, നരകം. മാർക്കിന് രക്ഷപ്പെടാൻ കഴിയുന്ന സ്ഥലം പറഗറ്ററിയാണെന്ന് ആ വാങ് ഫെങ് മാർക്കിന്റെ ഭാവി മാർക്കിന് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ മാർക്കിന് തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ആ യുദ്ധ സമയത്തും മാർക്ക് ആ ടെലിപ്പതി സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ക്യൂനെ അത് അറിയിച്ചത്. മാർക്കിന് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നു. ആ സമയത്ത് യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഈ പറഗറ്ററി വളരെ പേടിപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും അതൊരു കൊടുങ്കാടാണ്. ആ കാട്ടിൽ ഇല്ലാത്തത് ഒന്നുമില്ല, അവിടെ എല്ലാം ഉണ്ട് മാർക്ക്. പക്ഷേ പറഗറ്ററി ഒരു സുരക്ഷിത സ്ഥലവുമാണ്. അങ്ങനെ പറഞ്ഞ ആ യുവാന്റെ വാഹനം അതേ സമയം കഴിയുമ്പോൾ ഒരു സ്ഥലത്തെത്തി. അതൊരു സിറ്റിയാണ്, സോളിറ്ററി ക്ലൗഡ് സിറ്റി. ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനകത്തുള്ള അനവധി ടൗണുകളിൽ ഒരെണ്ണമാണ് ഈ സോളിറ്ററി ക്ലൗഡ് സിറ്റി. സോളിറ്ററി ക്ലൗഡ് സിറ്റിയിൽ അവരുടെ കപ്പൽ ലാൻഡ് ചെയ്തതും മാർക്കും
ക്യൂനയും ഫെനനും യുവാനും അതിൽ നിന്ന് പുറത്തിറങ്ങി. ആ കപ്പൽ സംരക്ഷിക്കാനായി വേറെ ആളുകൾ അതിനകത്തുണ്ട്. അവര് മുന്നോട്ട് നടക്കുകയാണ്. പർഗറ്ററിയിൽ പോയാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് മാർക്കിന്റെ ഭാവി പ്രവചിച്ച വാങ് ഫെങ് മാർക്കിനോട് അറിയാതെ പറഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് പർഗറ്ററിക്കകത്തേക്ക് കടക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചാണ് മാർക്ക് അവർക്കൊപ്പം നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ ഇവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇവിടെ ഈ പർഗറ്ററിക്കകത്ത് ഒരുപാട് ഡീമൺ ബീസ്റ്റുകളുണ്ട്. ആ ഡീമൺ ബീസ്റ്റുകളെ കൊല്ലാൻ വേണ്ടി ആളുകൾ പർഗറ്ററിയിലേക്ക് കടക്കും. ആ പർഗറ്ററിയിലേക്ക് അങ്ങനെ പോകുന്ന ആളുകൾ ടീമായിട്ടാണ് പോകുന്നത്. ഇവിടെ അങ്ങനെ ടീമുകൾ റിക്രൂട്ട് ചെയ്യുന്ന ഒരു വെന്യൂ ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. മാർക്കിന് ഒറ്റയ്ക്ക് പർഗറ്ററിയിൽ പോവാൻ പറ്റില്ല എന്നുള്ള കാര്യം ഇവാൻ മാർക്കിനോട് അങ്ങനെ സൂചിപ്പിച്ചതാണ്. മാർക്ക് ഇപ്പൊ ആലോചിക്കുന്നത് മറ്റൊരു കാര്യമാണ്. മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ വീണ്ടും ഇതാ തകർച്ച വന്നിരിക്കുകയാണ്. മാർക്ക് ഒരു ട്രൂ സെയിന്റ് ആണ്. പക്ഷേ ആ ട്രൂ സെയിന്റിന്റെ ഡിവൈൻ സെൻസ് തകരാറായാൽ പിന്നെ ആ ആളെ കൊലപ്പെടുത്താൻ എളുപ്പമാണ്. മാർക്കിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ ഡിവൈൻ സെൻസിൽ ആ കണ്ണ് ആക്രമിച്ചു. മാർക്കിനെ ആക്രമിച്ച വ്യക്തി മാർക്കിനേക്കാൾ ഒരുപാട് ലെവലുകൾ മുകളിലുള്ള ആളാണെന്ന് മാർക്കിന് ആ ആക്രമണം നടന്നപ്പോഴേ മനസ്സിലായിട്ടുണ്ട്. ശരിക്കും യാവോ കുടുംബവും ഷൈൻ കുടുംബവും വളരെ ആലോചിച്ചുറച്ചിട്ട് എടുത്ത തീരുമാനമാണ് ക്രീമറെ കൊണ്ട് മാർക്കിനെ ആക്രമിപ്പിക്കുക എന്നുള്ളത്. ക്രീമർ യഥാർത്ഥത്തിൽ ഹോളി റീജന്റെ ഭാഗമായിരുന്ന ഒരാളാണ്. കാലങ്ങൾക്ക് മുമ്പ് ഹോളി റീജൻ ക്രീമറെ അവിടുന്ന് നാട് കടത്തിയതാണ്. നാട് കടത്തപ്പെട്ട ആ ക്രീമർ ഇവിടെ ഈ ബ്ലാക്ക് പ്ലാറ്റ്ഫോം കോണ്ടിനെന്റിലെത്തി അതിശക്തനായി വളർന്നു. അവന്റെ വളർച്ച അമ്പരപ്പിക്കുന്നതാണ്. അവരെ നാട് കടത്തിയ ക്രീമർ തന്നെ അവരിപ്പോൾ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. മാർക്ക് ഫെല്ലറും ആ ക്യുരിൻ കുടുംബവും അവിടെ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലെ മാർക്കറ്റിന് നേരെ നടക്കുകയാണ്. അപ്പോഴാണ് മാർക്കിന്റെ പുറത്ത് ഒരു പെൺകുട്ടി കയറി തട്ടിയത്. ഒരു സുന്ദരി പെൺകുട്ടി. മാർക്ക് കൗതുകത്തോടെ ആ സുന്ദരി പെൺകുട്ടിയെ നോക്കിയതും അവള് മാർക്കിനോട് പറഞ്ഞു, ഹേയ്, നിങ്ങളുടെ ഡിവൈൻ സെൻസ് ആകെ തകരാറിലായിരിക്കുകയാണല്ലോ. ആ ചോദ്യം മാർക്കിൽ വല്ലാത്തൊരു അതിശയമാണ് ഉണ്ടാക്കിയത്. ആ പെൺകുട്ടിക്ക് വളരെ അനായാസമായിട്ട് മാർക്കിന്റെ ആ ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിയാൻ പറ്റിയിരിക്കുകയാണ്. മാർക്ക് ചിരിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെ നോക്കിയതും ആ പെൺകുട്ടി കൈയൊന്നനക്കി. ഉടനെ അവളുടെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് ഇല പറന്ന് മാർക്കിന്റെ കയ്യിലേക്ക് വീണു. ഹേയ് സീനിയർ ബ്രദർ, ആ ഇല സൂക്ഷിച്ചു, അത് നിനക്ക് ഉപയോഗപ്പെടും. അങ്ങനെ അവൾ പറഞ്ഞതും അവിടെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യൻ അവളോട് പറഞ്ഞു, ഏയ് ഷാരു, എന്താ ഇത്? മനുഷ്യരോട് അങ്ങനെ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആ പ്രായമുള്ള ആള് അങ്ങനെ പറഞ്ഞതും ഷാരു ആ പ്രായമുള്ള ആളോട് പറഞ്ഞു, ഗ്രാൻഡ് പാ, ഓക്കെ, ഇങ്ങനെ എന്നെ വഴക്ക് പറയരുത് കേട്ടോ. വഴക്ക് പറഞ്ഞാലേ ഞാൻ ഗ്രാൻഡ് പായുടെ താടി പിടിച്ച് വലിക്കും. ഓ, ഞാൻ സമ്മതിച്ചു, നീ വാ. ആ മുത്തശ്ശനും ആ ചെറിയ കുട്ടിയും അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിവേഗം അവിടെ നിന്ന് കടന്നു പോവുകയും ചെയ്തു. ശരിക്കും ആ സോളിറ്ററി സിറ്റിയുടെ മാർക്കറ്റിലേക്ക് നടക്കുമ്പോൾ മാർക്കിനെ ഞെട്ടിച്ച് ഒരു ഗ്രാൻഡ് പേയും ചെറുമകളുമാണ് കടന്നുപോയത്. അനവധി ആളുകൾ വരികയും പോവുകയും ചെയ്യുന്ന ഒരു മാർക്കറ്റിലേക്കാണ് ക്യുരിൻ കുടുംബത്തോടൊപ്പം മാർക്ക് എത്തിയിരിക്കുന്നത്. മാർക്ക് ആ ഇലയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് പതുക്കെ അത് മൂക്കിനടുത്തേക്ക് കൊണ്ടുവന്നു. ശരിക്കും ആ ഇലയ്ക്ക് വല്ലാത്തൊരു സുഗന്ധമുണ്ട്. ആ ഇലയ്ക്ക് ആ സുഗന്ധത്തോടൊപ്പം ഒരു ശക്തിയുമുണ്ടെന്ന് ആ ഇല മൂക്കിനടുത്തേക്ക് എത്തിയപ്പോൾ മാർക്കിന് മനസ്സിലാവുകയും ചെയ്തു. എന്താണ് സംഭവം എന്ന് മാർക്കിനൊരു പിടിയില്ല. ഒരു ഡാഫോഡിൽ ചെടിയുടെ ഇലയാണെന്ന് മാത്രം മാർക്കിന് മനസ്സിലായി. മാർക്ക് ആ ഇല മാർക്കിനെ മാന്ത്രിക നിലവറിലേക്ക് മാറ്റി. മാർക്കിന്റെ ഡിവൈൻ സെൻസ് രണ്ടായി പിളർന്നിരിക്കുകയാണ്. അത് അങ്ങനെ തുടർന്നാൽ അപകടമാണെന്ന് മാർക്കിന് നന്നായിട്ട് അറിയാം. ആ ഡിവൈൻ സെൻസ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആ മാർക്കറ്റിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി മാർക്ക് ആ മാർക്കറ്റിലേക്ക് കടന്നതും അവിടെയുള്ള അനവധി കടകളിൽ ഒന്നിൻ്റെ അടുത്ത് മാർക്ക് എത്തി. മാർക്ക് ആ കടക്കാരനോട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ആ കടക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ഹേയ് ബ്രദർ, നിങ്ങളുടെ ഡിവൈൻ സെൻസ് തകരാറിലാണല്ലേ? സാരമില്ല, അത് മാറ്റാൻ ചില മാർഗങ്ങൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ട മരുന്നിനുള്ള ചേരുവകൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അത് ഞാൻ നൽകണമെങ്കിൽ എനിക്ക് പ്രതിഫലം വേണം. ബ്രദർ, എത്രയാ പ്രതിഫലം? മാർക്ക് ഉടൻ ചോദിക്കുകയാണ്. പ്രതിഫലം എനിക്ക് നൽകേണ്ടത് ഡീമൺ കോറുകളുടെ രൂപത്തിലാണ്. നിങ്ങൾ പർഗറ്ററിയിലേക്ക് പോകാൻ പോവുകയല്ലേ? പർഗറ്ററിയിൽ ഡീമൺ ബീസ്റ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. എനിക്കൊരു 5th ലെവൽ ഡീമൺ ബീസ്റ്റുകളുടെ കോറുകളാണ് വേണ്ടത്. ഈ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയാണ് അങ്കിൾ യുവാൻ. അങ്കിൾ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, അത് പർഗറ്ററിയിലെ 5ാം ലെവലിലാണ് ഉള്ളത്. അവിടെ വരെ പോവുക എന്ന് പറഞ്ഞാൽ തികച്ചും അസാധ്യമാണ്. നരകമെന്ന് എല്ലാവരും വിളിക്കുന്ന ആ കാടിനകത്തേക്ക്
ആളുകൾ കടക്കുമ്പോൾ ആ കാടിനകത്തുള്ള ബുദ്ധിമുട്ടുകളെ ബേസ് ചെയ്തുകൊണ്ട് അവർ ലെവലുകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ലെവലിലും ഉള്ള ജീവികൾ ഏത് സ്വഭാവത്തിൽ എത്ര ശക്തിയുള്ളതെന്നൊക്കെ അവർക്കറിയാം. ആ ജീവികളുടെ സ്വഭാവത്തിന്റെയും ശക്തിയുടെയും ഒരു അളവുകോൽ വെച്ചിട്ടാണ് ലെവലുകൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരിക്കും ആ അളവുകോൽ കാലങ്ങൾ കൊണ്ട് ആളുകൾ ഉണ്ടാക്കിയെടുത്തതാണ്. 5ാമത്തെ ലെവലിൽ അതിശക്തരായ ഡീമനിക് ബീസ്റ്റുകൾ കാണും. ആ ഡീമനിക് ബീസ്റ്റുകളെ കൊന്ന് അവരുടെ ഇന്നർ കോറുമായി അവിടെ എത്തിയാൽ അയാള് മാർക്കിന് ആവശ്യമായ മരുന്നുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് കൊടുക്കും. മാർക്ക് ശങ്കിച്ച് നിൽക്കുന്ന കണ്ടതും ആ കടക്കാരൻ പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ വേട്ടയാടാൻ വരുന്ന ട്രൂ സെയിന്റുകളിൽ 5th ലെവലുകാരുണ്ടല്ലോ, അവരുടെ ഇന്നർ കോർ ആണെങ്കിലും മതി. മാർക്ക് ഇപ്പോൾ 2nd ഗ്രേഡിൽ നിൽക്കുകയാണ്. മാർക്ക് കൊന്നുകൊണ്ട് കൊടുക്കേണ്ടത് 5th ലെവലിലുള്ള ട്രൂ സെയിന്റുകളുടെ ഇന്നർ കോർ ആണ്. ആ കടക്കാരന്റെ ആ ഡയലോഗുകൾ കേട്ടപ്പോൾ മാർക്ക് ഫെല്ലർ ഒരു ശബ്ദം കേട്ടു. കുറച്ച് മാറി ചില ആളുകൾ ഉറക്കെ സംസാരിക്കുകയാണ്. നോക്ക്, ഞങ്ങളെ ട്രൂ ജെയിൻസ് ആണ്. ഞങ്ങൾക്ക് പറകെട്ടറിയിലേക്ക് പോവാൻ ഒരു ആളിന്റെ കുറവുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും ഞങ്ങൾക്കൊപ്പം വരാൻ താല്പര്യമുണ്ടോ? ഞങ്ങളോടൊപ്പം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആർക്കും ഞങ്ങൾക്കൊപ്പം വരാം. മാർക്ക് ഫെല്ലർക്ക് അത് കേട്ടപ്പോൾ ഒരു കൗതുകം. മാർക്ക് ആ അനൗൺസ് ചെയ്യുന്ന ആളെ ഇങ്ങനെ നോക്കിയിട്ട് ആ ആളുടെ അടുത്തേക്ക് നടന്നു തുടങ്ങി. മാർക്കും ക്യൂനയും ഫെനിനും യുവാനും കൂടി അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് അവരുടെ ഇടയിലേക്ക് ഒരാൾ കയറി വന്നു. ആ ആള് ശരിക്കും ശല്യം ഉണ്ടാക്കുന്ന ശൈലിയിലാണ് അവരുടെ ഇടയിലേക്ക് കടന്നു വന്നത്. അയാൾ അവരുടെ വഴി തടഞ്ഞ് പതുക്കെ നടക്കുന്ന കണ്ടതും ക്യൂന അയാളുടെ പുറത്ത് തട്ടി. ക്യൂന അയാളുടെ പുറത്ത് തട്ടിയതും ആ തടിയൻ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു. അയാൾ തിരിഞ്ഞ് ക്യൂനെ നോക്കി. ഏയ് സുന്ദരി, നീയാണോ എന്നെ തട്ടി വിളിച്ചത്? നിങ്ങളെന്തിനാ ഞങ്ങളുടെ വഴി തടഞ്ഞത്? നിങ്ങൾക്ക് നടക്കാൻ ഇഷ്ടംപോലെ വഴിയില്ലേ? ഞങ്ങളുടെ മുന്നിൽ തന്നെ നിങ്ങൾ എന്തിനാ കയറി വന്നത്? ഹാ സുന്ദരി, നീ കൊള്ളാലോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ ക്യൂനയുടെ കയ്യിലൊന്ന് പിടിക്കാൻ പോയതും അവളുടെ തൊട്ടുപുറകിലുണ്ടായിരുന്ന ഫെനിൻ ക്യൂനെ പുറകോട്ട് വലിച്ചിട്ട് ക്യൂനയുടെ മുന്നിലേക്ക് കയറി. ഏയ്, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഫെനിൻ മുന്നോട്ട് കയറിയതും ആ മനുഷ്യൻ ഫെനിന് ഒരൊറ്റ ആടി. ഫെനിൻ അടിയേറ്റ് തെറിച്ചതും അങ്കിൾ യുവാൻ അയാളെ കയറി തടുത്തു. അങ്കിൾ യുവാനെയും അയാൾ ഒറ്റയാടി. അയാൾ വീണ്ടും കൈ ഉയർത്തി ക്യൂനെ അടിക്കാൻ പോയതും മാർക്ക് ഫെല്ലർ ആ കൈയിലേക്ക് പിടിച്ചു. അയാളെ കൈ വലിക്കാൻ ശ്രമിച്ചപ്പോൾ കൈ വലിക്കാൻ പറ്റുന്നില്ല. അയാൾ പിന്നെ കൈ വലിക്കുകയാണ്, പറ്റുന്നില്ല. അയാൾ തിരിഞ്ഞ് മാർക്കിനെ നോക്കിയപ്പോൾ മാർക്ക് അയാളുടെ കൈ പിടിച്ചൊരു ഒറ്റ ഓടിപ്പ്. അയാളുടെ വലത് കൈ ടക്കെന്നൊരു ശബ്ദത്തോടെ ഓടിയുന്നത് അവിടെ ആ സ്റ്റാളുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ കണ്ടു. പറകെട്ടറിലേക്ക് പോകാൻ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളും കടകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങുന്ന ആളുകളൊക്കെ ടക്കെന്ന ശബ്ദം കേട്ട് എല്ലാവരും അമ്പരപ്പോടെ നോക്കുമ്പോൾ ഒരു സ്ത്രീ ഉറക്കെ ചിരിച്ചു. അത് കൊള്ളാം, ടീഷാന് അത് തന്നെ വേണം. ടീഷാൻ എന്ന് വിളിക്കപ്പെട്ട ആ തടിയൻ മനുഷ്യൻ വല്ലാത്തൊരു അമ്പരപ്പോടെ മാർക്ക് ഫെല്ലർ തന്നെ നോക്കുകയാണ്. അയാൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ സോളിറ്ററി സിറ്റിയിൽ ഒരാള് അയാളുടെ കൈ പിടിച്ച് ഒടിക്കുമെന്നു. അവൻ മാർക്കിനോട് ചോദിച്ചു, നീ എന്റെ കൈ ഓടിച്ചോ? എന്താ നിന്റെ കൈ ഒടിയത്തില്ലേ? മാർക്ക് അങ്ങനെ ചോദിച്ചതും അവൻ ഇടത് കൈ കൊണ്ട് മാർക്കിനെ ഒരൊറ്റ ഇടി. മാർക്ക് അവന്റെ വലത് കൈ ഓടിച്ചിരിക്കുകയാണ്. ഇടത് കൈ കൊണ്ട് മാർക്കിനെ അവൻ ഇടിച്ചതും മാർക്ക് ആ കൈയങ്ങ് പിടിച്ചു. അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ മാർക്ക് ആ കൈയും പിടിച്ചങ്ങ് ഓടിച്ചു. അവന്റെ രണ്ടാമത്തെ കൈ ഒടിഞ്ഞതും നേരത്തെ ചിരിച്ച സ്ത്രീയുടെ ചിരി കുറച്ചുകൂടി ഉറക്കിയായി. അത് കൊള്ളാം, അത് കൊള്ളാം, ടീഷാൻ നിനക്ക് കിട്ടേണ്ടത് കിട്ടിയടാ. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും ടീഷാൻ ചാടി ഉയർന്ന് ഒരൊറ്റ ചവിട്ട്. മാർക്കും കൂടെ ചാടി ഉയരുകയാണ്. മാർക്കിനെ ചവിട്ടാനായി അയാൾ ചാടി ഉയർന്നതും മാർക്ക് ചാടി ഉയർന്ന് അയാളുടെ മറുകാലിൽ ഒരൊറ്റ ചവിട്ടേറ്റ് അയാൾ താഴെ വീണു. ആ നിമിഷത്തിൽ യുവാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഒരു കാരണവശാലും സ്പിരിച്വൽ എനർജി ഉപയോഗിക്കരുത്. ഇവിടെ സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിയമമുണ്ട്. മാർക്ക് തന്റെ സ്ട്രെങ്ത് ഉപയോഗിച്ചാൽ സ്വാഭാവികമായും മാർക്ക് ശിക്ഷിക്കപ്പെടും. അത് അങ്കിൾ യുവാൻ അറിയാം. ടീഷാൻ ദേഷ്യത്തോടെ മാർക്കിനോട് പറഞ്ഞു, നീ എന്റെ കൈയും കാലും ഓടിച്ചല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു കാലിൽ മുടന്തി മറു കാലുകൊണ്ട് അയാൾ മാർക്കിനെ ആഞ്ഞു തൊഴിക്കാൻ പോയതും മാർക്ക് ആ കാലും ചവിട്ടി ഓടിച്ചു. ഇടോ, നിനക്ക് മനസ്സിലായില്ലേ നീ എനിക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന്? അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് കൈ നിവർത്തി ആഞ്ഞു നിടിക്കാൻ പോയതും ടീഷാൻ മാർക്കിനെ തൊഴുതു. ആ ഒടിഞ്ഞ കൈകൾ കൊണ്ട് അയാൾ മാർക്കിനെ തൊഴുന്നത്. സുഹൃത്തെ, ക്ഷമിക്കണം, തെറ്റുപറ്റിയതാണ്. അങ്ങനെ അയാൾ പറഞ്ഞതും മാർക്ക് ടീഷാനെ വെറുതെ വിട്ടു. ടീഷാനെ മാർക്ക് ഉപദ്രവിക്കാതെ വിട്ടതും അനവധി ആളുകൾ അവിടേക്ക് ഓടിയെത്തി ടീഷാനെ അവിടെ പൊക്കിയെടുത്ത് ഒരു സ്റ്റാളിനകത്തേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് നേരത്തെ പൊട്ടിച്ചിരിച്ച ആ സ്ത്രീയും രണ്ടാളുകളും മാർക്കിന്റെ അടുത്തേക്ക് വന്നു. ആ സ്ത്രീ സ്വയം പരിചയപ്പെടുത്തി. എന്റെ പേര് വി മെറ്റ എന്നാണ്. ഹേയ്, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് മാർക്ക് എന്നാണ്. മാർക്ക്, നിങ്ങളും പറകെട്രിയിലേക്ക് പോകാൻ തയ്യാറായാണ് വന്നതല്ലേ? അതെ. മാർക്ക്, ഞങ്ങൾക്കും ഒരാളുടെ കുറവുണ്ട്. ഞങ്ങൾക്കൊപ്പം വരികയാണെങ്കിൽ കിട്ടുന്നതിൽ ഒരു പങ്ക് നിനക്ക് തരാം. ആ സമയത്ത്
വി മെറ്റയ്ക്കൊപ്പമുള്ള പ്രായമുള്ള ആള് മാർക്കിനോട് പറഞ്ഞു, ഞാൻ ചാങ് ഹുനാൻ. മാർക്ക്, നീ ഞങ്ങൾക്കൊപ്പം വന്നാൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും. ഇത് ഫെങ്. മൂന്നാമത്തെ ആളെയും അയാൾ പരിചയപ്പെടുത്തി. മാർക്ക് ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ വരാം. മാർക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ രാവിലെ ഇവിടെ വെച്ച് കാണാം. നാളെ രാവിലെ പറഗട്രിയിലേക്ക് പോകാമെന്ന് ആ ടീം സമ്മതിച്ചിട്ട് അവര് ചില സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായി മറ്റൊരു ഷോപ്പിലേക്ക് പോയി. മാർക്ക് ഫെല്ലർ യുവാൻ കുടുംബത്തിന്റെ അടുത്തേക്ക് വന്നു. ശരിക്കും അങ്കിൾ യുവാനും ഫെനിനും ഓരോ അടി കിട്ടിയിട്ടുണ്ട്. മാർക്ക് അവർ രണ്ടുപേരെയും അടുത്തേക്ക് വിളിപ്പിച്ചിട്ട് കൈയൊന്ന് അനക്കിയതും മാർക്കിന്റെ കയ്യിൽ 3 ബോട്ടിൽ പ്രത്യക്ഷപ്പെട്ടു. മാർക്ക് ആ 3 ബോട്ടിലും ഓരോ ആളിന്റെ കയ്യിലും വെച്ചു കൊടുത്തു. ഇത് സ്പിരിറ്റ് ഗ്യാതറിംഗ് പിൽസ് ആണ്. നിങ്ങളുടെ കൾട്ടിവേഷന് ഇത് ഉപയോഗപ്പെടും. നിങ്ങൾ ഹെവൻലി ഒറിജിൻ കോണ്ടിനെന്റിലേക്കല്ലേ പോകുന്നത്? അതേ മാർക്ക്, ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത്. ഓക്കെ, ഒരു അവസരം കിട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ എന്തായാലും ഇനി കുറച്ച് ദിവസം ഈ പറഗട്രിയിൽ ഒന്ന് കറങ്ങട്ടെ. മാർക്ക്, ശ്രദ്ധിക്കണേ. അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ക്യൂനയാണ്. ക്യൂനോടായി മാർക്ക് പറഞ്ഞു, ക്യൂന, ഞാൻ നൽകിയിട്ടുള്ള ആ സർക്കുലേഷൻ ടെക്നിക്ക് നീ നിന്റെ സഹോദരനായിട്ടും അങ്കിളുമായിട്ടൊക്കെ ഉപയോഗിക്കുക. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും അത് ഉപയോഗിക്കുക. നിങ്ങളുടെ ശക്തി വളർത്താൻ അത് നിങ്ങളെ സഹായിക്കും. നമ്മൾ സ്പിരിച്വൽ എനർജി അബ്സോർബ് ചെയ്താൽ മാത്രം പോരാ, അത് നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗത്തും ഈക്വലായി എത്തുന്നു ഉറപ്പുവരുത്തണം. അതിനാ മെറിഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് നിന്നെ സഹായിക്കും. ഈ നിമിഷത്തിൽ നിശബ്ദനായി നിന്ന ഫെനിന്റെ ഷോൾഡറിലും തൊട്ടിട്ട് മാർക്ക് പറഞ്ഞു, ഫെനിൻ, നീ നിന്റെ സഹോദരിയെ രക്ഷിക്കാനായി ആ ടീഷാന്റെ മുന്നിലേക്ക് കയറിയപ്പോഴേ നിന്നോടുള്ള എല്ലാ ദേഷ്യവും എനിക്ക് മാറിക്കഴിഞ്ഞു. സഹോദരന്മാരായാൽ അങ്ങനെ വേണം. അത് കേട്ടപ്പോൾ ഫെനിന്റെ മുഖത്ത് ശരിക്കൊരു സന്തോഷമുണ്ടായി. അവന് മാർക്കിനോട് തുടക്കത്തിലൊരു എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ക്രമേണ മാർക്ക് അതിശക്തനാണെന്ന് കണ്ടപ്പോൾ ആദ്യത്തെ അവന്റെ ചെയ്തികളെ കുറിച്ച് ആലോചിച്ച് അവനൊരു വിഷമമുണ്ടായിരുന്നു. മാർക്ക് അവനോട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പെരുമാറുമോ എന്ന് പോലും അവൻ സംശയിച്ചിരുന്നു. മാർക്ക് എന്തായാലും അവരെ 3 പേരെയും അവരുടെ കപ്പലിൽ കയറ്റി ആ ഹെവൻലി ഒറിജിൻ കോണ്ടിനെന്റിലേക്ക് പറഞ്ഞു വിട്ടു. പിറ്റേന്ന് രാവിലെ മാർക്ക് മാർക്കറ്റിൽ എത്തുമ്പോൾ ആ 3 പേരും മാർക്കിനെ കാത്തു നിൽക്കുകയാണ്. ആ ഹുനാനും ഫെങ്ങും അതുപോലെ മെറ്റയും. ആ 3 പേർക്കൊപ്പം മാർക്ക് ഫെല്ലർ പറഗട്രിയിലേക്ക് പോകാനായി തുനിഞ്ഞതും മെറ്റ മാർക്കിന് പച്ച നിറത്തുള്ള ഒരു തൊപ്പി എടുത്തു കൊടുത്തു. മാർക്ക്, ഈ തൊപ്പി വെച്ചേക്ക്. ഇതെന്തിനാ? മാർക്ക്, ഇത് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ എനർജി പുറത്ത് ആരും അറിയത്തില്ല. മാർക്ക്, നമ്മൾ കടക്കാൻ പോകുന്നത് ശരിക്കും നരകമെന്ന് വിളിക്കുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നിയമങ്ങളൊന്നുമില്ല. ഡീമൺ ബീസ്റ്റുകളെയാണ് നമ്മൾ വേട്ടയാടാൻ പോകുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മളും വേട്ടയാടപ്പെടാം. എല്ലാവരുടെ ലക്ഷ്യവും ഇന്നർ കോറുകളാണ്. അതിപ്പോൾ ഡീമൺ ബീസ്റ്റിൻ്റെ ആണെങ്കിലും ട്രൂ സെന്റിൻ്റെ ആണെങ്കിലും ആളുകൾക്ക് ഒരുപോലെയാണ്. മാർക്ക്, നീ നിന്റെ ശക്തി പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നാൽ നിനക്കാൾ ശക്തിയുള്ള ആളുകൾ നിന്നെ അറ്റാക്ക് ചെയ്യും. മാർക്ക്, നീ ഒരു ട്രൂ സെന്റിന്റെ ശക്തി പുറത്തെടുത്താൽ നീ ആക്രമിക്കപ്പെടും. നീ അത് മറച്ചു പിടിച്ചാൽ അതാണ് നല്ലത്. ഒരു സുഹൃത്തിനോടൊന്നോളം മെറ്റ ആ കാര്യങ്ങൾ ഉപദേശിച്ചപ്പോൾ മാർക്ക് ആ തൊപ്പിയെടുത്ത് തലയിലേക്ക് വെച്ചു. ആ നിമിഷത്തിൽ തന്നെ മാർക്കിന്റെ സ്പിരിച്വൽ എനർജി ബേസ്ഡ് ആയിട്ടുള്ള ആ ഓറകൾ മാർക്കിന്റെ ബോഡിയിൽ നിന്ന് അപ്രത്യക്ഷമായി. സമീപത്തൂടെ പോകുന്ന ആളുകൾക്ക് ഒരു സാധാരണ മനുഷ്യൻ എന്നതിനപ്പുറത്തേക്ക് മാർക്കിൽ ഒന്നും തോന്നത്തില്ല. അതെന്തായാലും നന്നായി. അങ്ങനെ ഒരു തോന്നലാണ് ആ നിമിഷത്തിൽ മാർക്കിനുണ്ടായത്. മാർക്ക് നേരത്തെ ഈ ശൈലിയുടെ തൊപ്പി മാർക്കിന്റെ ഭൂമിയിലെ ആ സുഹൃത്ത് വിന്നിയുടെ കയ്യിൽ നിന്ന് വാങ്ങി വെച്ചിരുന്നു. അന്ന് ആ തൊപ്പി വെക്കുമ്പോൾ അതൊരു അതിശയം മാർക്കിന് ഉണ്ടാക്കിയിരുന്നു. പിന്നീട് ഇതുപോലെ പലതവണ ഈ ഓറ പുറത്ത് കാണാത്ത ശൈലിയിലുള്ള ആക്ടിവിറ്റീസ് മാർക്ക് ഉപയോഗിച്ചതാണ്. എന്തായാലും അവര് ആ 4 പേരും മാർക്ക് ഫെല്ലർക്ക് ശരിക്കും അമ്പരപ്പിന്റെ നിമിഷങ്ങളാണ് ആ കാർഡ് തുടർന്നങ്ങോട്ട് സമ്മാനിച്ചുകൊണ്ടേയിരുന്നത്. ആ ടീം മാത്രമല്ല, വേറെ അനവധി ടീമുകൾ ഇപ്പോൾ ആ കാർഡിനകത്തുണ്ട്. എല്ലാവരുടെയും ലക്ഷ്യം അകത്തുള്ള ഡിവൈൻ സെൻസ് പതുക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വന്യമൃഗങ്ങളാണ്. ആ വനത്തിനകത്ത് അതിശക്തമായ സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യമുണ്ട്. ആ സ്പിരിച്വൽ എനർജി അവിടെയുള്ള മൃഗങ്ങളുടെ ശക്തി വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ ശക്തി വർദ്ധിക്കുന്നതനുസരിച്ച് അവിടെ വലിപ്പത്തിലും വർധനവുണ്ട്. അത് അകത്തേക്ക് കയറി ഏകദേശം ഒരു മണിക്കൂറായപ്പോഴേ മാർക്കിന് മനസ്സിലായി. അവരെ ആദ്യം അറ്റാക്ക് ചെയ്തത് ഒരു ചെന്നായി കൂട്ടമാണ്. ഏകദേശം 40ഓളം വരുന്ന ചെന്നായ്ക്കളുടെ ഒരു വൻ സംഘമാണ് മാർക്കിനെ കൂട്ടരെ ആക്രമിച്ചത്. ആ ഹുനാൻ യാങ്ങും ഫെങ്ങും മെറ്റയും ഒറ്റ യന്ത്രം പോലെ ആ ചെന്നായ്കളെ നേരിട്ട അത്ഭുതകരമായ കാഴ്ച മാർക്ക് അമ്പരപ്പോടെയാണ് കണ്ടത്. ശരിക്കും ഒരു യന്ത്രത്തിന്റെ ഭാഗമാണ് അവർ 3 പേരുമെന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന ശൈലിയിലായിരുന്നു അവരുടെ കോർഡിനേഷൻ. ഒരാൾക്ക് നേരെ ഒരു ചെന്നായി പാഞ്ഞു വരുമ്പോൾ ആ ആളെ കണ്ടില്ലെങ്കിൽ അടുത്ത ആൾ അതിനെ അറ്റാക്ക് ചെയ്തിരിക്കും. ആ അറ്റാക്കിൽ ഒരു പ്രത്യേകത ഉള്ളത് മെറ്റയ്ക്കാണ്. മെറ്റ ആ ചെന്നായ്ക്കളുടെ ഡിവൈൻ സെൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്.
അതിനു വേണ്ട മാന്ത്രിക സംവിധാനങ്ങൾ അവളുടെ കൈവശമുണ്ട്. ഈ പർഗറ്ററിക്കകത്ത് സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ ഒരു തടസ്സവുമില്ല. പർഗറ്ററിക്ക് പുറത്ത് ആർക്കും സ്പിരിച്വൽ എനർജി ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് അവിടെ നിയമമുണ്ട്. പർഗറ്ററി ശരിക്കും നരകമാണെന്ന് പറയുമ്പോഴും ഏത് അളവിലുള്ള ഊർജവും ആർക്കും ഉപയോഗിക്കാം, ഏത് മാന്ത്രിക ഉപകരണവും ഉപയോഗിക്കാം. അവിടെ ജീവൻ മരണ പോരാട്ടമാണ് നടക്കുന്നത്. ആ ചെന്നായ്ക്കളെ ഏകദേശം ഒരു 10-40 മിനിറ്റ് കൊണ്ട് ആ മൂവർ സംഘം കൊലപ്പെടുത്തി. മാർക്ക് ആ യുദ്ധത്തിൽ പങ്കെടുക്കാതെ അതങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് അവർ ആ പർഗറ്ററിയുടെ ലെവൽ 1 മാത്രമാണ് കടന്നിരിക്കുന്നത്. ആ 1 തന്നെ അതിശക്തരായ ചെന്നായ്ക്കൾ ഉണ്ടായിരുന്നു എന്നർത്ഥം. ആ ചെന്നായ്ക്കളിൽ പലതിൻ്റെയും ശക്തി റിവേർഷൻ ഓൾഡ് സ്റ്റേജിലെ യോദ്ധാക്കളുടെ ശക്തിക്ക് സമാനമായിരുന്നു. മാർക്ക് അതും നോട്ട് ചെയ്തു. ഈ ശക്തിയിലാണ് അകത്തുള്ള ഓരോ സംഭവങ്ങളെങ്കിൽ അകത്തോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അകത്തെ ശക്തി? മാർക്ക് എങ്ങനെ ആലോചിക്കുമ്പോൾ ഹുനാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആലോചിച്ചിരിക്കാൻ സമയമില്ല, നമുക്ക് നമ്മുടെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യണം, നമുക്ക് 2ാമത്തെ ലെവലിലേക്ക് കടക്കാം. ഏകദേശം ഒരു 4-5 കിലോമീറ്റർ അത്ര ദൂരമേ ഒരു ലെവലിനുള്ളൂ. ആ ലെവല് തീരാറാകുമ്പോൾ ആളുകൾക്ക് സ്വയം അത് അറിയാൻ പറ്റും. അവിടെ ഒരു മാറ്റം ഫീൽ ചെയ്യും. ആ ലെവൽ മാറ്റം അവർക്ക് മനസ്സിലാകുന്നത് 2 ശൈലിയിലാണ്. ഒന്ന്, സ്പിരിച്വൽ എനർജിയുടെ സാന്നിധ്യം കൂടുന്നത് മനസ്സിലാവും. 2ാമത്തത് ശക്തരായ മൃഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടാവും. ആ 2ാമത്തെ ലെവലിലേക്ക് കടക്കുമ്പോൾ ഹുനാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ഇനി മുതൽ ശരിക്കും ശ്രദ്ധ വേണേ, എപ്പോൾ വേണമെങ്കിലും അമ്പരപ്പിക്കുന്ന അറ്റാക്ക് ഉണ്ടാകും. ഹുനാനും മെറ്റയും ഫെങ്ങും വളരെ വിജിലന്റായി മുന്നോട്ട് നോക്കി അങ്ങ് നടക്കുകയാണ്. മാർക്ക് ഫെല്ലർ അവർക്ക് പുറകിൽ തന്നെ ഉണ്ട്. മാർക്കിന് അങ്ങ് ദൂരേക്ക് വേറെ ടീമുകൾ നടന്നു പോകുന്നതും കാണാം. സകലരും ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ചുറ്റും നോക്കിയാ മുന്നോട്ട് പോകുന്നത്. നിശബ്ദത അവിടെ ഏതാണ്ട് തളം കെട്ടി നിൽക്കുന്നു എന്ന് പറയാം. ഒരു ഇല അനങ്ങുന്ന ശബ്ദം പോലും വല്ലാത്തൊരു ഭയം ഉണ്ടാക്കും. ആ ടീം മുന്നോട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കടന്നു കാണും. ആ നിമിഷത്തിൽ ഹുനാൻ ഒന്ന് നിന്നു. ഹുനാൻ കൂടെ ഉള്ളവരോട് പറഞ്ഞു, ശ്രദ്ധിക്കേ. അങ്ങനെ ഹുനാൻ പറയുമ്പോഴേക്കും തറയിൽ നിന്ന് ആകാശത്തേക്ക് കറുപ്പും മഞ്ഞയും കലർന്ന എന്തോ കുതിച്ചു പായുന്ന പോലെ മാർക്ക് കണ്ടു. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കിന് അങ്ങോട്ട് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ഒരു കൂറ്റൻ കടുവ മാർക്കിന്റെ തലയ്ക്ക് മുകളിലെത്തി. ശരിക്കും അതിവേഗതയിലാണ് ആ കടുവ തറയിൽ നിന്ന് ആകാശത്തിലൂടെ അവർക്കെതിരെ പാഞ്ഞു വന്നത്. ആ കടുവ മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ എത്തിയതും മാർക്ക് കൈ ഉയർത്തി അതിനെ ഇടിക്കാൻ ശ്രമിച്ച ആ നിമിഷത്തിൽ മെറ്റ അവളുടെ കൈയൊന്ന് അനക്കി. അവളുടെ കൈ അനക്കം കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കി. മാർക്കിന്റെ തലയ്ക്ക് മുകളിൽ എത്താറായ കടുവ പെട്ടെന്ന് ഒന്ന് വിറച്ച് തറയിലേക്ക് ചരിഞ്ഞു വീണ ആ കടുവയുടെ മുകളിലേക്ക് ആ നിമിഷത്തിൽ ഹുനാൻ ചാടി വീഴുകയും ചെയ്തു. അയാളുടെ കൈവശമുണ്ടായിരുന്ന വാള് ആ നിമിഷത്തിൽ തന്നെ ആ കടുവയുടെ കഴുത്തിലേക്ക് അങ്ങ് പാഞ്ഞു. അതേ നിമിഷത്തിൽ തൻ്റെ കയ്യിലുള്ള മഴുവുമായി ഫെങ് ആ കടുവയുടെ പുറത്ത് ചാടി വീണ് കഴിഞ്ഞു. ഒരു വല്ലാത്ത കോർഡിനേഷൻ ആ നിമിഷത്തിൽ മാർക്ക് കാണുകയാണ്. ആ കടുവ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അവിടെ ഒന്നുമല്ലാതായി. ആ കടുവയുടെ ഇന്നർ കോർ പറിച്ചെടുത്ത ആ സംഘം അവരുടെ കൈവശമുള്ള ബാഗുകളിലേക്ക് അത് മാറ്റുകയും ചെയ്തു. ബാഗിലേക്ക് ഇന്നർ കോർ മാറ്റിയ ആ സംഘം അതിവേഗം ആ കടുവയുടെ തോല് അഴിച്ചെടുക്കാൻ തുടങ്ങി. ആ കടുവയുടെ തോല് ഉരിച്ചെടുത്ത ആ ടീം കടുവയുടെ കാലിലെ ആ നഖങ്ങൾ കൂടി ഊരിയെടുക്കുകയാണ്. മാർക്ക് കൗതുകത്തോടെ അവരെ നോക്കുമ്പോൾ ഹുനാൻ മാർക്കിനോട് പറഞ്ഞു, ഈ ഇന്നർ കോറിന് പുറമെ ഇത് രണ്ടുമാണ് പിന്നീട് വിലയുള്ളത്. മാർക്ക്, ഇത് ഒരൊറ്റ കടുവയാണ്. ഇവിടെ കടുവകളുടെ വൻ സങ്കേതമാണ്. ഒറ്റയ്ക്ക് കടുവകൾ നമ്മുടെ അടുത്ത് വന്നാൽ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് ടീമായി വന്നാൽ നമ്മൾ പെട്ടുപോകും. ഇവ ഏതാണ്ട് സെമി സെയിന്റ് ലെവലിലേക്ക് കടന്നിരിക്കുന്ന കടുവകളാണ്. ഇവ ഒന്നിച്ചു ചേർന്നാൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അതിശക്തനായ കടുവയെ കൊലപ്പെടുത്തിയതിനു ശേഷം മാർക്കിന് ആവശ്യമായ വിവരങ്ങൾ ഹുനാൻ പറഞ്ഞു കൊടുത്തു. മെറ്റയും ഹുനാനും ഫെങ്ങും മുന്നിൽ നടക്കുകയാണ്. മാർക്ക് അവർക്ക് പിന്നിൽ തന്നെയുണ്ട്. ഇപ്പോ അവരുടെ ശ്രദ്ധ കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. പക്ഷെ അധിക ദൂരം അവർക്ക് മുന്നോട്ട് പോകേണ്ടി വന്നില്ല. 2 ഭാഗത്തു നിന്നായി ഒരു ജോഡി കടുവകൾ പെട്ടെന്ന് അവരെ ആക്രമിച്ചു. ആ കടുവകളെ ഫെങ്ങും ഹുനാനും നേരിട്ട ആ നിമിഷത്തിൽ 2 കടുവകൾ കൂടി അവർക്ക് നേരെ പാഞ്ഞു വന്നു. അതിൽ ഒരെണ്ണം മെറ്റെ നേരിട്ടപ്പോൾ 2ാമത്തത് മാർക്കിന് നേരെയായി. മാർക്ക് തന്റെ നേരെ പാഞ്ഞു വരുന്ന കടുവയെ കണ്ടു. ആ കടുവ മാർക്കിന്റെ അടുത്ത് എത്തിയതും മാർക്ക് ഇങ്ങ് മാറിയതും ഒരേ നിമിഷത്തിലാണ്. ലൈൻ വേൾഡ് ഫോർമുലയിൽ മാർക്ക് കണ്ണഞ്ചിക്കുന്ന വേഗതയിൽ ആ സ്പോട്ടിൽ നിന്ന് മാറി. ശരിക്കും മാർക്കിന് നേരെ ചാടി വീണ കടുവ അവിടെ ഒന്നും തൊടാൻ പറ്റാത്തതിൽ വിഷമിച്ച് തിരിയുമ്പോഴേക്കും മാർക്ക് ആ കടുവയുടെ മുന്നിലെത്തി. ആ കടുവയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ അതിശക്തമായ പഞ്ച് ആ കടുവയുടെ തലയെടുത്തു. ഒറ്റയിടിക്ക് അതിന്റെ തലയെ
മാർക്ക് ഫെല്ലർ ചിതറിച്ചു എന്ന് പറയാം. ഈ നിമിഷത്തിൽ അനവധി കടുവകൾ അവിടേക്ക് പാഞ്ഞു വന്നു. മാർക്കും കൂടി ഇപ്പോ അതിശക്തമായി ആ കടുവകളെ നേരിടുകയാണ്. ഫെങ്ങും ഹുനാനും മെറ്റിയും ശരിക്കും ഈ കടുവ വേട്ടയിൽ വളരെ വളരെ എക്സ്പെർട്ടുകളാണ്. പക്ഷെ ആ എക്സ്പെർട്ടുകളെ അമ്പരപ്പിച്ചുകൊണ്ടാണ് മാർക്കിന്റെ നീക്കം. മാർക്ക് ഓരോ കടുവയുടെ അടുത്ത് എത്തുമ്പോഴും ആ കടുവ കൊല്ലപ്പെടുകയാണ്. ആ കടുവ പോലും അറിയാതെ ആ കടുവയ്ക്കടുത്ത് പാഞ്ഞെത്തുന്ന മാർക്ക് ഒറ്റയിടിയിൽ അതിനെ അവസാനിപ്പിക്കും. അന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 40ഓളം കടുവകളെ ആ സെക്കൻഡ് ലെവലിലെ പർഗട്രിയിൽ അവസാനിപ്പിക്കാൻ ആ ടീമിന് പറ്റി. കടുവകളുടെ സാന്നിധ്യം അവസാനിച്ചെന്ന് മനസ്സിലായതും ഹുനാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ശരിക്കും ഞങ്ങൾക്കൊരു അസറ്റ് തന്നെ. നിങ്ങളുടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കടുവകളെ ഇന്ന് കിട്ടിയത്. ആ 40 കടുവകളിൽ പകുതിയെങ്കിലും മാർക്കാ കൊന്നത്. അത് അവന്മാർക്ക് അറിയാം. മാർക്ക് അത് കേട്ട് ചിരിച്ചതും മെറ്റ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമുക്ക് വിശ്രമിക്കാനുള്ള സമയമായിട്ടില്ല. ഇവിടെ ഇനിയും കടുവകൾ ഉണ്ടാവും. അവര് ഡിവൈൻ സെൻസുള്ള കടുവകളാണ്. ഇവിടെ നടന്ന ഫൈറ്റ് കൃത്യമായും അവർ കണ്ടിട്ടുണ്ട്. ആ ഫൈറ്റിൽ എന്തുകൊണ്ട് അവരുടെ കൂട്ടുകാർ പരാജയപ്പെട്ടു എന്ന് അവർ നോക്കി വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇനിയൊരു അറ്റാക്ക് അവർ നടത്തുമ്പോൾ അതിശക്തമായ കോർഡിനേഷൻ അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. ഇവിടെ ആ കടുവകളെ അവർ നേരിട്ടത് കോർഡിനേഷൻ കൊണ്ടാണ്. ശരിക്കും അവർക്ക് പരസ്പരം ഒരു കണക്ഷൻ ഉണ്ട്. ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റയാൾ ഡിഫെൻഡ് ചെയ്യും. ഒരു തരത്തിലും ഒരാളെ ഒറ്റയ്ക്കാക്കത്തില്ല. അങ്ങനെയുള്ളൊരു കോർഡിനേഷൻ അവർക്ക് ഉള്ളത് കൊണ്ടാണ് ആ കടുവകളെ ഇല്ലാതാക്കാൻ അവർക്ക് പറ്റിയത്. മാർക്ക് ഫെല്ലർ മെറ്റ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അപ്പോൾ ഹുനാൻ പറഞ്ഞു, സാരമില്ല, നമുക്ക് മുന്നോട്ട് നീങ്ങാം. അവർക്ക് 3rd ലെവലിൽ കടക്കണം. മാർക്കിന് ആവശ്യമായ കോറുകൾ ഉള്ളത് 5th ലെവലിലാണ്. 2ാമത്തെ ലെവലിലായപ്പോഴേ അതിൻ്റെ അന്തരീക്ഷം മാർക്ക് ഏതാണ്ട് പഠിച്ചു കഴിഞ്ഞു. 2nd ലെവലിൽ പിന്നീട് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 2nd ലെവലിൽ ആരൊക്കെയോ ഉണ്ടെന്ന് അവരെ നിരീക്ഷിക്കുകയാണെന്നും ഒരു ബോധ്യം മാർക്കിനും ഉണ്ട്. മെറ്റ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നമ്മൾ നിരീക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ കടുവകൾ മാത്രമല്ല ഉള്ളത്, മനുഷ്യരുമുണ്ട്. നമ്മൾ ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സമീപത്ത് പല സ്ഥലത്തും വേറെ ടീമുകളുണ്ട്. അവരും ചിലപ്പോൾ നമ്മളെ ടാർഗറ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു ശ്രദ്ധ എപ്പോഴും വേണം. ശക്തൻ അതിജീവിക്കുമെന്ന് പറയുന്ന ഒരു തിയറിയാണ് ആ കാട്ടിനകത്തുള്ളത്. അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. പല ടീമുകളായി അകത്ത് കിടക്കുന്നവർ പരസ്പരം കൊല്ലാനും കൊള്ളയടിക്കാനും സാധ്യതയുണ്ട്. മാർക്കിനെ അതുകൊണ്ടാണ് മെറ്റ ആ കാര്യം ഓർമ്മിപ്പിച്ചത്. മെറ്റയും ഫെങ്ങും ഹുനാനും മാർക്കും പതുക്കെ പതുക്കെ ആ 2ാമത്തെ ലെവലിൽ നിന്ന് 3ാമത്തെ ലെവലിലേക്ക് കടന്നു. ഒരു വൻ മാറ്റം ഈ സമയത്ത് ആ 3ാമത്തെ ലെവലിൽ കാണാം. അവിടെ സ്പിരിച്വൽ എനർജിയുടെ അളവ് വൻതോതിൽ കൂടിയിട്ടുണ്ട്. അതിന്റെ ഫലമായി മരങ്ങളിൽ പറ്റിയിരിക്കുന്ന സ്പിരിച്വൽ എനർജിയുടെ കണ്ടൻസ്ഡ് വെർഷനും മാർക്കിനെ കാണാൻ പറ്റുകയാണ്. മഞ്ഞ് തുള്ളികൾ പോലെ സ്പിരിച്വൽ എനർജി അവിടെ പറ്റിയിരിപ്പുണ്ട്. ചില സ്ഥലത്തൊക്കെ ആ മഞ്ഞ് തുള്ളികൾ ചേർന്ന് കുഞ്ഞു കുഞ്ഞു മേഘങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു മൂടൽ മഞ്ഞിൻ്റെ ശൈലി പല മരങ്ങൾക്ക് ചുറ്റുമുണ്ട്. മരങ്ങൾക്കിടയിലുള്ള സ്പേസിൽ അങ്ങനെ കട്ടിക്ക് സ്പിരിച്വൽ എനർജി ഇല്ലെങ്കിലും മരങ്ങളുടെ അടിയിൽ അതിശക്തമായ ആ മൂടൽ മഞ്ഞ് പോലെ സ്പിരിച്വൽ എനർജി കാണുകയാണ്. മാർക്ക് ഒന്ന് ബ്രീത്ത് ചെയ്തപ്പോൾ ശരിക്കും അത് മാർക്കിന് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്രയും ശക്തമായ സ്പിരിച്വൽ എനർജി ഉള്ള സ്ഥലത്ത് വളരുന്ന ജീവജാലങ്ങൾ അതിശക്തരായിരിക്കും. അവരുടെ വലിപ്പവും നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്തായിരിക്കും. അങ്ങനെ തോന്നൽ മാർക്കിനുണ്ട്. നേരത്തെ മാർക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ ഡീമൺ ബീസ്റ്റുകളെ കടലിൽ വെച്ച് നേരിട്ടപ്പോൾ ആ കാഴ്ച മാർക്ക് കണ്ടിട്ടുണ്ട്. വളരെയേറെ വലിപ്പമുള്ള ഡീമൺ ബീസ്റ്റുകളാണ് അന്ന് കടലിൽ നിന്ന് ആ ഇമ്മോർട്ടൽ സ്ലെയിങ് സെഷന്റെ ആ ദ്വീപിന് സമീപത്തായി മാർക്ക് കണ്ടത്. അതുപോലെ ഈ കാട്ടിനകത്തും വലിപ്പം ഏറെയുള്ള മൃഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ 3rd ലെവലിൽ കടന്നാലേ മാർക്കിന് 4th ലെവലിലുള്ള ഡീമൺ ബീസ്റ്റുകളെ നേരിടാൻ പറ്റും. പക്ഷെ 3rd ലെവൽ പോലും അമ്പരപ്പിക്കുന്ന ശൈലിയിൽ ഒരു ഭയം വിതയ്ക്കുന്ന ഏരിയയാണ്. അവരെ മുന്നോട്ട് കയറുമ്പോൾ കാഴ്ച പലപ്പോഴും മങ്ങുന്നുണ്ട്. മൂടൽമഞ്ഞ് മരങ്ങളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആളുകളെ കാണാൻ പോലും പറ്റാത്ത ശൈലിയിൽ കാഴ്ച മറയ്ക്കപ്പെടുന്നുണ്ട്. മാർക്ക് പിന്നിലും ബാക്കിയുള്ളവർ മുന്നിലുമായിട്ടാണ് നടക്കുന്നത്. പെട്ടെന്ന് മുന്നേ പോകുന്ന ഹുനാൻ നിന്നു. ഒരു സിംഗിൾ ലൈനിലാണ് ഇവർ നടക്കുന്നത്. ഹുനാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഫെങ്ങും മെറ്റയും അതുപോലെ മാർക്കും നിൽക്കും. നിന്ന ഹുനാൻ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. അയാൾ ശ്വസിക്കാതെ ശ്വാസം പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. ഫെങ്ങും മെറ്റയും മാർക്കും ഹുനാൻ നോക്കുന്ന ദിശയിലേക്ക് നോക്കുമ്പോൾ ഭീമാകാരമായ ഒരു ജീവിയുടെ ലക്ഷണം അവർ കണ്ടു. വളരെയേറെ വലിപ്പമുള്ള ഒരു കൂറ്റൻ കടുവ അവരെ തന്നെ നോക്കി മുന്നിൽ നിപ്പുണ്ട്. അതിന്റെ സൈസ് കാണുമ്പോൾ തന്നെ ഭയന്നു പോകും. ആനയ്ക്കൊപ്പം വലിപ്പം എന്നൊക്കെ പറയുമല്ലോ, ആ ശൈലിയിലുള്ള ഒരു കൂറ്റൻ കടുവ. അതിന്റെ കഴുത്തിന് ചുറ്റുമായി സിംഹത്തിൻ്റെതുപോലെ
ഒരു രോമത്തിന്റെ കൂടും ഉണ്ടായിട്ടുണ്ട്. അത് സിംഹമാണോ കടുവയാണോ ആനയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയാത്ത ശൈലിയിൽ അതിന്റെ രൂപം അങ്ങനെ മാറിയിരിക്കുകയാണ്. മാർക്ക് വല്ലാത്തൊരു കൗതുകത്തോടെ ആ രൂപത്തെ അങ്ങനെ നോക്കുമ്പോൾ അത് മുന്നോട്ട് കുതിച്ചു. ശരിക്കും അത് മുന്നോട്ട് കുതിക്കുമ്പോൾ മുന്നിലുള്ള സകല കാഴ്ചകളും ഇവിടെ മാർക്കിന്റെ ടീമിന് അങ്ങ് മറഞ്ഞു പോവുകയാണ്. അന്തരീക്ഷത്തെ ആകെ മറച്ചുകൊണ്ട് ഒരു കൂറ്റൻ എയർഷിപ്പ് ആകാശത്തൂടെ പാഞ്ഞു വരുമ്പോലെ ആ കൂറ്റൻ ജീവി അങ്ങനെ പാഞ്ഞു വരികയാണ്. അതിന് രണ്ട് കൈകളും അതിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒറ്റയടിക്ക് തന്റെ മുന്നിലുള്ള ആ 4 സംഘത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഉദ്ദേശം ആ കടുവയ്ക്കുണ്ടെന്ന് വ്യക്തമാണ്. ആ കാഴ്ച കണ്ടതും ഹുനാൻ ഇടത്തോട്ടും ഫെങ് വലത്തോട്ടും മാറി. ശരിക്കും അതിശക്തമായ കോർഡിനേഷനുള്ള ആ ടീം എന്താണ് അവർക്ക് നേരെ പാഞ്ഞു വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് മാറുന്നത്. രണ്ടുപേരും ഇടതും വലത്തേക്കും മാറിയതും മാർക്കിന്റെ തൊട്ടുമുന്നിൽ മെറ്റ മാത്രമാണ്. മെറ്റ മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പോ ആ കടുവയുടെ തൊട്ടു മുന്നിലുള്ളത് മാർക്ക് ഫെല്ലർ മാത്രമാണ്. ആ കടുവ ആകാശത്ത് നിന്ന് താഴേക്ക് ഒരു വലിയ കൂറ്റൻ ഷിപ്പ് പാഞ്ഞു വരും പോലെ അങ്ങനെ പാഞ്ഞ് മാർക്കിന് നേരെ വന്നതും മാർക്ക് ഫെല്ലർ ചാടി ഉയർന്ന ഒരു അച്ഛ ഇടി. ആ കടുവയുടെ കഴുത്തിലാണ് മാർക്കിന്റെ ഇടിയേക്കുന്നത്. ആ ഇടി ആ കഴുത്തിൽ പതിച്ചതും അത് പാഞ്ഞു വന്നതുപോലെ തിരിച്ച് പുറകിലുള്ള മരങ്ങളെ മുഴുവൻ ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഒരു ബുൾഡോസർ പാഞ്ഞു പോകും പോലെ അനവധി മരങ്ങളെ മറിച്ചിട്ട് ഒത്തിരി ദൂരേക്ക് ചെന്ന് വീണു. ഈ നിമിഷത്തിൽ മാർക്കിന്റെ തൊട്ടു മുന്നിൽ ഇടതും വലതുമായി ഫെങ്ങും ഫുനാനും ഓടിയെത്തി, കൂടെ മെറ്റയും. മാർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവർ പറയുമ്പോഴേക്കും ആ കൂറ്റൻ കടുവ പിന്നെയും കുതിച്ചെത്തിയിരുന്നു. ആ കടുവയുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ നമുക്കിപ്പോൾ ഒരു കാഴ്ച കാണാം. അതിന്റെ കണ്ണിലും അവിശ്വസനീയമായ എന്തോ അത് കണ്ടതുപോലെ ഒരു ഫീലാണ്. ആ കടുവയെ ഒരു മനുഷ്യനെ ഇടിച്ചു തെറിപ്പിക്കുമെന്ന് ആ കടുവ ധരിച്ചിരുന്നില്ല എന്ന് വ്യക്തം. ആ കടുവ പിന്നെയും കുതിച്ചു വന്നതും ആ 4 സംഘം ഒന്നിച്ച് കടുവയെ നേരിട്ടു. ആ 3 പേരും അവരുടെ മാന്ത്രിക ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ കടുവയെ 3 വശത്തു നിന്നും എതിരിടുമ്പോൾ മാർക്ക് ഫെല്ലറുടെ ആയുധം മാർക്കിന്റെ മുഷ്ടിയാണ്. മാർക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചാടി ആ കടുവയെ ആഞ്ഞിടിക്കുകയാണ്. ഇതിനിടയിൽ ഫെങ്ങും ഹുനനും 2 വശത്തു നിന്ന് ആക്രമിക്കുകയാണ്. ആ കടുവയുടെ ഡിവൈൻ സെൻസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മെറ്റ പല മാന്ത്രിക സ്പെല്ലുകൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ കടുവ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിശക്തമായ അലറിക്കൊണ്ട് ഒന്ന് കറങ്ങിയതും ആ 3 സംഘം ശരിക്കും ദൂരേക്ക് തെറിച്ചു. ഈ സമയത്ത് മാർക്ക് ഫെല്ലർ ചാടി മുകളിലേക്ക് ഉയർന്ന് താഴേക്ക് താഴ്ന്നു വന്നതും ഒരൊറ്റ ഇടി. മാർക്ക് ആ കടുവയുടെ പുറത്ത് ചാടി വീണിട്ടാണ് ആഞ്ഞിടിച്ചത്. ഒറ്റ ഇടിയിൽ മാർക്ക് അതിന്റെ തലയെ തറയിലേക്ക് തൊടിച്ചു. വൻ വേഗതയിൽ വൻ ഫോഴ്സിൽ മാർക്കിന്റെ ആ ഇടി അതിന്റെ തലയിൽ പതിച്ചതും അതിന്റെ മൂക്ക് മണ്ണിലിടിച്ചു. ആ നിമിഷത്തിൽ അതൊന്ന് കുടഞ്ഞു. മാർക്ക് താഴേക്ക് ചാടിയതും മാർക്കിനെ അമ്പരപ്പിച്ചുകൊണ്ട് ആ കടുവ പെട്ടെന്ന് രൂപം മാറി ഒരാളായി മാറി. കണ്ണഞ്ചിക്കുന്ന വേഗതയില ആ സംഭവം നടന്നത്. ആ വ്യക്തി മാർക്കിനെ തൊഴുതിട്ട് മാർക്കിനോട് പറഞ്ഞു, ക്ഷമിക്കണം, എന്നെ ഒന്നും ചെയ്യരുതെന്നോ. ഞാൻ നിന്റെ ഇന്നർ കോർ എടുക്കാനാ ഇവിടേക്ക് വന്നത്. ബ്രദർ, ഞാൻ നിങ്ങൾക്ക് വേറെ ഇന്നർ കോർ തരാം. എത്ര എണ്ണം? ഞാൻ 3 ഇന്നർ കോർ തരാം, എൻ്റെ കയ്യിലുണ്ട്. അത് കേട്ടതും മാർക്ക് ഫെല്ലർ തിരിഞ്ഞ് ഹുനനെയും ഫെങ്ങിനെയും മെറ്റെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു, ഞാൻ ഇവന്റെ കൂടെ ചെന്ന് ആ ഇന്നർ കോർ എടുക്കാം. ശരിക്കും ആ കടുവയായി ജനിച്ച വ്യക്തി കാലങ്ങൾ കൊണ്ട് ഡിവൈൻ സെൻസ് രൂപപ്പെട്ട് പതുക്കെ ഒരു മനുഷ്യനായി മാറിയതാണ്. മാർക്ക് ഈ കാഴ്ച നേരത്തെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കിൽ അത് വലിയ അതിശയവും തോന്നിയില്ല. പണ്ട് പൈറോയിൽ വെച്ച് എമോട്ടോ ക്രെയിനെയും അതുപോലെ ആ ജിങ്തു മാർഷൽസ് അസോസിയേഷനിലെ ആ പാമ്പിനെയൊക്കെ മാർക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. മാർക്ക് ആ കടുവയ്ക്കൊപ്പം നടന്നു തുടങ്ങി. കടുവ മനുഷ്യ രൂപത്തിലാണെന്ന് മാത്രം. ആ കടുവ മനുഷ്യൻ മാർക്കിനെ കൊണ്ടുപോയത് കാടിൻ്റെ ഉള്ളിലേക്കാണ്. പക്ഷെ ആ സ്ഥലവും അപ്പോഴും ആ 3ാമത്തെ ലെവലിനകത്ത് തന്നെയാണ്. മാർക്കും കടുവയും കൂടി ഒരു ഗുഹയുടെ പരിസരത്താണ് എത്തിയത്. ആ ഗുഹയിലേക്ക് മാർക്കിനൊപ്പം നടന്ന് ആ മനുഷ്യൻ കയറി വരുമ്പോൾ അനവധി കടുവ കുഞ്ഞുങ്ങൾ അവിടേക്ക് ഓടി വന്നു. ആ കടുവ കുഞ്ഞുങ്ങൾ കണ്ടതും ആ മനുഷ്യൻ വീണ്ടും കടുവയായി മാറി. ഇപ്പോൾ അയാളുടെ സൈസ് ചെറുതാണ്. സാധാരണ കടുവയുടെ സൈസേ ഉള്ളൂ. മാർക്കിൻ്റെ ആ കോസ്മിക് ഫോം ചിലപ്പോൾ ആ കടുവ മറ്റൊരു ശൈലി ഉപയോഗിച്ചതാണ്. അത് കണ്ടപ്പോൾ മാർക്കിന് അങ്ങനെയാണ് തോന്നിയത്. കടുവ കുഞ്ഞുങ്ങളൊക്കെ ആ കടുവയുടെ പുറത്ത് തൊട്ട് തലോടി നിൽക്കുമ്പോൾ ആ കടുവ അതിനെയൊക്കെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വീണ്ടും മനുഷ്യ രൂപത്തിലേക്ക് മാറി മാർക്കിനടുത്തേക്ക് വന്നു. ബ്രദർ,
ഞാൻ പറഞ്ഞ കോറുകൾ ഇവിടെ ഉണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ ആ കോറുകൾ ഇരുന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ച ആ നിമിഷത്തിൽ ആ ഗുഹയ്ക്കുള്ളിലേക്ക് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ പുറകെ 2-3 ആളുകളുണ്ട്. മാർക്ക് തിരിഞ്ഞ് ആ ചെറുപ്പക്കാരനെ നോക്കുമ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ്റെ കയ്യിലെ വാള് ഒന്ന് കറങ്ങി. ആ നിമിഷത്തിൽ ടക്കെന്ന ശബ്ദത്തോടെ ആ കടുവയുടെ കഴുത്തറ്റ് താഴെ വീണു. ആ കടുവയെ മാത്രമല്ല, ആ കടുവ കുഞ്ഞുങ്ങളെയും അയാൾ നിമിഷ നേരം കൊണ്ട് കൊന്നൊടുക്കി. മാർക്ക് ആ കാഴ്ച കണ്ട് ഒന്നും പറയാൻ പറ്റാതെ അമ്പരം നിൽക്കുകയാണ്. അമ്പരം നിൽക്കുന്ന മാർക്കിനെ നോക്കിയിട്ട് ആ ചെറുപ്പക്കാരൻ മാർക്കിനോട് പറഞ്ഞു, ഡീമനുകളെ കൊല്ലാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. ഡീമനുകളുമായി ബന്ധമുണ്ടാക്കുന്ന ആളുകളെയും ഞങ്ങൾ വെറുതെ വിടില്ല. തൽക്കാലം നിനക്കിതൊരു വാണിംഗ് ആയിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അയാൾക്കൊപ്പം വന്ന ആളുകളുമായി കാടിൻ്റെ ഉള്ളിലേക്ക് മറഞ്ഞു. സംഭവിച്ചത് എന്താണെന്ന് പോലും മാർക്കിന് മനസ്സിലായിട്ടില്ല. ആ കടുവയെ കൊല്ലേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ആ കടുവയെ കൊന്നിരിക്കുകയാണ്. മാർക്ക് ഒന്നും മിണ്ടാതെ അവിടെ തറയിലേക്കിരുന്ന മാർക്കിന് അവിടെ ആ ഡീമനുകളുടെ ഒരു ഊർജം ഫീൽ ചെയ്തു തുടങ്ങി. മാർക്ക് പതുക്കെ ആ ഊർജം വലിച്ചെടുത്തു തുടങ്ങി. ഒരു ഡീമൻ സ്പിരിച്വൽ എനർജി എന്ന് വേണമെങ്കിൽ ആ ഊർജത്തെ നമുക്ക് വിളിക്കാം. മാർക്ക് ആ സ്പിരിച്വൽ എനർജി അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ മാർക്കിൻ്റെ ബോഡിയിൽ അതൊരു വല്ലാത്ത ശക്തി ഉണ്ടാക്കുന്നുണ്ട്. മാർക്ക് അവിടെ ഏകദേശം 2-3 മണിക്കൂറെങ്കിലും ഇരുന്ന് കാണും. ആ ഡീമനിക് ഊർജം വലിച്ചെടുത്തുന്ന മാർക്കിന് ആ ഡീമൻ ഊർജം ലഭിക്കാതെ വന്ന ഒരു സാഹചര്യം എത്തിയതും മാർക്ക് കണ്ണു തുറന്നു. ആ ഗുഹയ്ക്കകത്തുണ്ടായിരുന്ന ആ ഡാർക്ക് എനർജി ഏതാണ്ട് പൂർണ്ണമായും മാർക്ക് അബ്സോർവ് ചെയ്ത് കഴിഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങാനായി മാർക്ക് എണീറ്റപ്പോൾ മാർക്കിൻ്റെ കണ്ണുകൾ വളരെ വളരെ യാദൃശ്യവശാൽ അവിടെ ആ മുറിയിൽ കല്ലുകൾക്കിടയിലേക്ക് പതിഞ്ഞു. 3-4 കല്ലുകൾക്കിടയിൽ 3-4 കല്ലുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കല്ലെടുത്ത് വെച്ചിരിക്കുകയാണ്. മാർക്ക് ആ കല്ലുകൾ മാറ്റിയപ്പോൾ അതിനകത്ത് നല്ല തിളക്കമുള്ള ചില സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കണ്ടു. ചെറിയ കുഞ്ഞു പാത്രങ്ങളാണ്, 4 കുഞ്ഞു പാത്രങ്ങളാണ്. ആ 4 പാത്രങ്ങളിലും 4 വ്യത്യസ്ത സാധനങ്ങളാണ് ഉള്ളത്. മാർക്ക് ആ പാത്രങ്ങൾ എടുത്ത് അവിടെ തുറസായ സ്ഥലത്ത് വെച്ചു. മാർക്ക് കൗതുകപൂർവ്വം അതിൽ നിന്ന് നോക്കി. ഒരെണ്ണത്തിൽ ശരിക്കും ഒരു ട്രൂ സെയിൻറ്റിൻ്റെ ഡിവൈൻ സെൻസാണ് ഉള്ളത്. ഒന്നിൽ ശക്തമായ ഏതോ ഡീമനിക് ബീസ്റ്റിൻ്റെ ഡിവൈൻ സെൻസാണ്. മറ്റ് 2നും അതുപോലെ ഡിവൈൻ സെൻസുകളാണ്. അത് എന്തിൻ്റെ ആണെന്ന് ചോദിച്ചാൽ മാർക്കിന് കൃത്യമായിട്ട് അറിയില്ല. ഒരു ഡിവൈൻ സെൻസിന് ഒരു വല്ലാത്ത പവറുണ്ട്. ശരിക്കും കറുത്തിട്ടാണ് അത്. മരണവുമായി വല്ലാത്തൊരു ബന്ധമുള്ളതുപോലെ ഒരു തോന്നൽ മാർക്കിനുണ്ട്. അത് എന്താണ് സംഭവം ചോദിച്ചാൽ മാർക്കിന് അറിയില്ല. മാർക്ക് അതെല്ലാം മാർക്കിൻ്റെ നിലവറിലേക്ക് മാറ്റി. അതിനുശേഷം മാർക്ക് വന്ന സ്ഥലത്തേക്ക് നടന്നു. മാർക്ക് നടന്നെത്തുമ്പോൾ മാർക്ക് ശരിക്കും ഞെട്ടി. അവിടെ മെറ്റയും ഫെങ്ങും പരിക്കേറ്റ് കിടക്കുകയാണ്. അല്പം മാറി സാക്ഷാൽ ഖുനനും കിടക്കുകയാണ്. അവരുടെയൊക്കെ ബോഡി കൂടി രക്തം ഒലിക്കുന്നുണ്ട്. അവർ പിന്നെയും ഡീമനിക് ബീസ്റ്റുകളുമായി ഏറ്റുമുട്ടിയോ? അങ്ങനെ ഒരു ചോദ്യമാണ് ആ കാഴ്ച കണ്ടപ്പോൾ മാർക്കിൻ്റെ മനസ്സിലേക്ക് വന്നത്. മാർക്ക് അമ്പരപ്പോടെ അവരുടെ അടുത്തേക്ക് ഓടിയെത്താൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് മാർക്കിന് മുന്നിലേക്ക് ഒരു ഹ്യൂജ് ശരീരവുമായി ഒരാൾ രംഗത്തെത്തി. ആ ആളെ കണ്ടതും മാർക്ക് അങ്ങ് നിന്നു. അത് സാക്ഷാൽ ടീഷാനാണ്. മാർക്ക് തലേ ദിവസം അവിടെ ആ മാർക്കറ്റിൽ വെച്ച് കൈയും കാലും തല്ലി ഓടിച്ച് അതേ ടീഷാൻ അവൻ്റെ കൈയും കാലും ഒക്കെ വീണ്ടും ശരിയായിട്ടുണ്ട്. അവൻ മാർക്കിനെ നോക്കി ഒന്ന് ചിരിച്ചു. ഹേയ് മാർക്ക് ഫെല്ലർ, നീ എൻ്റെ കൈയാൽ മരിക്കണമെന്നുള്ളത് നിന്റെ നിയോഗമാണ്. മാർക്കിൻ്റെ പേര് പൂർണ്ണമായും ടീഷാൻ പറഞ്ഞപ്പോൾ മാർക്കിന് ഒരു അതിശയം. മാർക്ക് ടീഷാനെ അമ്പരപ്പോടെ നോക്കുമ്പോൾ മരങ്ങളുടെ പുറകിൽ നിന്നായി 2 ആളുകൾ കൂടി അവിടേക്ക് വന്നു. അതിൽ ഒരാൾ സിൽവർ നിറത്തുള്ള വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, മറ്റൊന്ന് ഒരു സ്ത്രീയാണ്. ആ 2 പേരും മാർക്ക് ഫെല്ലർ നോക്കി ഒന്ന് ചിരിച്ചു. മാർക്ക്, സോറി, നിന്നോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യാനാ, എൻ്റെ ഒരു ബന്ധു ആ ഷീ കുടുംബത്തിൻ്റെ സ്കൈ വാട്ടർ പ്രിസണിനകത്തുണ്ട്. നിന്നെ കൊന്നാൽ അവനെ വെറുതെ വിടാമെന്ന് ഷീ കുടുംബം പറയുമ്പോൾ എനിക്ക് ഈ ദൗത്യം ഏറ്റെടുത്തല്ലേ പറ്റൂ. അത് കേട്ടതും ടീഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, മാർക്കറ്റിൽ വെച്ച്
നീ എന്നെ തല്ലിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നതെന്ന് നീ ധരിച്ചാൽ അത് തെറ്റാണ്. ശരിക്കും ഞാൻ നീയുമായി ഒരു തല്ലുണ്ടാക്കിയതാണ്. മാർക്ക്, നിന്നെ കൊല്ലാനുള്ള കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാളുടെ ബോഡി ഒന്ന് ചലിപ്പിച്ചതും അയാളുടെ ചുറ്റും ട്രൂ സെയിന്റിന്റെ ആ ഊർജം പൊട്ടിവിടരുകയാണ്. അയാൾ ശരിക്കും അതിശക്തനായ ഒരു ട്രൂ സെയിന്റ് ആണ്. അതേസമയത്ത് തന്നെ ട്രൂ സെയിന്റ് ഇടതും വലതുമുള്ള ആ സ്ത്രീയും പുരുഷനും അവരുടെ ഊർജവും പതുക്കെ വിന്യസിച്ചു തുടങ്ങി. ശക്തരായ 3 ട്രൂ സെയിന്റുകൾ. ടീഷാൻ ചിരിച്ചുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, എൻ്റെ ബ്രദർ അവിടെ ആ സ്കൈ വാട്ടർ പ്രിസണിനകത്തുണ്ട്. ഷീ കുടുംബം അവനെ വിടാൻ നിന്റെ ജീവനാണ് പകരം ചോദിക്കുന്നത്. മാർക്ക്, എനിക്ക് അത് കൊടുത്തല്ലേ പറ്റൂ. ആ 3 അത് പറഞ്ഞതും മാർക്ക് ഒന്ന് ചിരിച്ചു. മാർക്ക് ചിരിക്കുന്ന കണ്ടതും ടീഷാൻ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നിന്റെ ഡിവൈൻ സെൻസ് തകരാറിലാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഈ സമയത്ത് നിന്നെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല എന്നും എനിക്കറിയാം. പക്ഷെ മാർക്ക്, വേറെ മാർഗമില്ല. ഞാൻ എൻ്റെ സഹോദരനെ രക്ഷിക്കാൻ ഒരു മാർഗവുമില്ലല്ലോ എന്ന് കരുതി വിഷമിച്ചിരിക്കുകയായിരുന്നു. നീ ഇപ്പോൾ ആ മാർഗമായി മാറിയിരിക്കുകയാണ്. മാർക്ക്, ഞങ്ങളെല്ലാം ഹോളി റീജിയനിലുള്ള ആളുകൾ തന്നെയാണ്. ഞങ്ങളെ പല അരിസ്റ്റോക്രാറ്റ് കുടുംബങ്ങളും പല കാരണത്താൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് നാട് കയറ്റി വിട്ടതാണ്. ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പോൾ മാർക്ക്, നിന്നെ അവസാനിപ്പിച്ചാൽ നടക്കുമെങ്കിൽ പിന്നെ അതല്ലേ അതിൻ്റെ ശരി. അങ്ങനെ ടീഷാൻ പറഞ്ഞത് മാർക്ക് ആ നിമിഷത്തിൽ മാർക്കിൻ്റെ ഉള്ളിൽ ഒരു ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ആ സാത്താനിക് മെർഡിയൻ സർക്കുലേഷൻ ടെക്നിക്കാണ് മാർക്ക് ആക്ടിവേറ്റ് ചെയ്തത്. അവിടെ ആ ഹെവൻലി ക്ലൗഡ് സെക്ഷൻ അടുത്ത് വെച്ച് ഒരു ലേഡി മാർക്കിനെ പഠിപ്പിച്ച അതേ തന്ത്രം മാർക്കിന്റെ ബോഡിക്കകത്ത് സാത്താനിക് മെർഡിയൻ സർക്കുലേഷൻ ആക്ടിവേറ്റ് ചെയ്തതും മാർക്ക് ചാടി ഉയർന്നതും ഒരേ നിമിഷത്തിലാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ടീഷാനും മനസ്സിലാക്കിയ മുമ്പ് മാർക്ക് ഒരൊറ്റയടിക്ക് ടീഷാന്റെ തല തെറിപ്പിച്ചു. ആ നിമിഷത്തിൽ മാർക്ക് ടീഷാന്റെ ആ ഡിവൈൻ സെൻസ് വലിച്ചെടുക്കുകയും അതങ്ങ് വിഴുങ്ങുകയും ചെയ്തു. അമ്പരപ്പിക്കുന്ന വേഗതയിൽ മാർക്ക് ആ ഡിവൈൻ സെൻസ് അബ്സോർവ് ചെയ്യുന്നത് ഒരു ഞെട്ടലോട് കൂടിയാണ് മുന്നിലുള്ള ആ സ്ത്രീയും പുരുഷനും കണ്ടത്. മാർക്ക് ആ ഡിവൈൻ സെൻസ് വലിച്ചെടുത്ത ആ നിമിഷത്തിൽ മറ്റൊരു അമ്പരപ്പിക്കുന്ന രംഗം കൂടി അവിടെ ഉണ്ടായി. പരിക്കേറ്റ് കിടക്കുകയായിരുന്ന ഫെങ് ചാടി എണീറ്റ് ഒരു വലിയ കത്തി കൊണ്ട് പുറകിൽ നിന്ന് മാർക്കിനെ ആഞ്ഞങ്ങ് കുത്തി. ആ കത്തി മാർക്കിന്റെ ബോഡിയിലേക്ക് തുളഞ്ഞു കയറും എന്ന് കരുതിയിട്ടാണ് ഫെങ് ആഞ്ഞു കുത്തിയത്. അങ്ങനെ കുത്തുന്നതിനിടയിൽ അവൻ ഉറക്കെ പറയുകയും ചെയ്തു, മാർക്ക്, സോറി, ഞങ്ങള് നിന്നെ ഇവിടെ എത്തിക്കാനായി ഒരു നാടകം കളിച്ചതാണ്. ശരിക്കും മാർക്ക് ഫെല്ലറെ ആ 3rd ലെവൽ പറഗേറ്ററിയിൽ എത്തിക്കാനായി വളരെ വളരെ ബുദ്ധിപൂർവമായിട്ട് ഒരു നാടകം ഫെങ് കളിച്ചു എന്ന് ഫെങ് പറഞ്ഞപ്പോൾ മാർക്ക് കൺകോണിലൂടെ ആ കാഴ്ചകളും കണ്ടു. ആ ലീഡർ ഹുനാനും അതുപോലെ മെറ്റയും എണീക്കുന്നത്. അവിടെ പുറത്ത് പരിക്കൊന്നുമില്ല. മാർക്കിനെ കബളിപ്പിക്കാനായിട്ട് പരിക്കേറ്റതുപോലെ അവരിവിടെ കിടന്നതാണ്. ഇപ്പോൾ മാർക്കിന് ചുറ്റുമായി 5 അംഗ സേനയുണ്ട്. പക്ഷെ മാർക്ക് ആ മെർഡിയൻ സർക്കുലേഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ടീഷാന്റെ ആ ഡിവൈൻ സെൻസ് വലിച്ച് എടുത്തു തുടങ്ങിയ ആ നിമിഷത്തിൽ മാർക്കിന്റെ ഉള്ളിലെ മാർക്കങ്ങ് മാറി തുടങ്ങിയാണ്. മാർക്ക് ഭ്രാന്തമായ ഒരു വേഗതയിൽ തൊട്ട് സമീപത്തുള്ള ആ സിൽവർ വേഷധാരിയെ ആക്രമിച്ചതും അതേ നിമിഷത്തിലാണ്. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ മാർക്കിന്റെ അതിശക്തമായ പഞ്ച് അയാളുടെ വയറിലൂടെ അങ്ങനെ കടന്നങ്ങ് പോയി. ഒറ്റ ഇടിക്ക് ആ വയറങ്ങ് പൊളിഞ്ഞു. ശരിക്കും അയാളുടെ ആ വയറ് പൊളിഞ്ഞു പോകുമ്പോൾ അയാളുടെ മുഖം അതുപോലെ അങ്ങനെ തുറന്നു വരികയാണ്. അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാളുടെ ആ വയറിന്റെ ഭാഗം പൊളിഞ്ഞു പോയെന്നുള്ള കാര്യം. അമ്പരപ്പോടെ അയാൾ അങ്ങനെ വാ തുറന്ന് നിൽക്കുമ്പോൾ മാർക്കിന്റെ ഇടത് കൈ അയാളുടെ തലയിലടിക്കുകയും ആ ഡിവൈൻ സെൻസ് വലിച്ചെടുക്കുകയും ചെയ്തു. ആ ഡിവൈൻ സെൻസ് ആ നിമിഷത്തിൽ മാർക്ക് അബ്സോർവ് ചെയ്തു. മാർക്ക് ആർച്ചോടുകൂടി ആ ഡിവൈൻ സെൻസ് വിഴുങ്ങിയപ്പോൾ മാർക്കിനെ ഡിവൈൻ സെൻസിനെ മാന്ത്രിക അംഗവിക്ഷേപങ്ങൾ കൊണ്ട് ആക്രമിക്കുകയാണ് അടുത്തുള്ള ആ ലേഡി. ആ ലേഡിയെ പക്ഷെ മാർക്ക് നിമിഷ നേരം കൊണ്ട് ഇല്ലാതാക്കി. അവരുടെ ഡിവൈൻ സെൻസ് മാർക്ക് വലിച്ചെടുക്കാൻ തുടങ്ങിയപ്പോൾ അത് ശരിക്കും പവർഫുൾ ആണ്. ഏതാനും സെക്കൻഡുകൾ വേണ്ടി വന്ന് മാർക്കിന് ആ ഡിവൈൻ സെൻസ് പൂർണ്ണമായും വലിച്ചെടുക്കാൻ. ഈ നിമിഷത്തിൽ ഈ കാഴ്ച കണ്ടു നിൽക്കുന്ന ഹുനാനും മെറ്റയും ഫെങ്ങും സ്റ്റക്കായി ആ നിന്ന സ്ഥലത്തിന് നിൽക്കുകയാണ്.
അവർക്ക് കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാഴ്ചയാണ് കഴിഞ്ഞ സെക്കൻഡുകളിൽ അവർ കണ്ടത്. മാർക്ക് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ ഫെനിങ്ങിന്റെ നേരെ തിരിഞ്ഞിരുന്നു. മാർക്കിന്റെ ഇടത് കൈ ഫെനിങ്ങിന്റെ കഴുത്തിലേക്ക് പിടിച്ചു. അവൻ സോറി മാർക്ക് എന്ന് പറയുമ്പോഴേക്കും മാർക്കിന്റെ ഇടത് കൈ ഒന്ന് ബലമായി അമർത്തിയതും ടക് 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 ശബ്ദത്തോടെ അവന്റെ ആ കഴുത്തങ്ങ് പൊടിഞ്ഞു. മാർക്ക് അവന്റെ ഡിവൈൻ സെൻസും കണ്ണഞ്ചിക്കുന്ന വേദിയിൽ അബ്സോർവ് ചെയ്തു. ഇപ്പൊ മാർക്കിന് പുതിയ പുതിയ ഡിവൈൻ സെൻസുകൾ വലിച്ചെടുക്കാനുള്ള ഒരു വല്ലാത്ത ത്വരയുണ്ട്. ഈ സമയത്ത് മെറ്റിയും ആ ഹുനനും പരസ്പരം നോക്കിയിട്ട് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം തുടങ്ങി. പക്ഷെ അതിന് മാർക്ക് അവരെ അനുവദിച്ചില്ല. മാർക്ക് ആ ലൈൻ വേർഡ് ഫോർമുലയിൽ ഹുനാന്റെ മുന്നിലെത്തി. ഹുനാൻ മാർക്ക് എന്ന് പറയുന്നതിന് മുന്നേ മാർക്കിന്റെ വലത് കൈ അയാൾ അവസാനിപ്പിച്ച് കഴിഞ്ഞിരുന്നു. അയാളുടെ ഡിവൈൻ സെൻസ് മാർക്ക് വലിച്ചെടുത്തു. അവസാനമായി മാർക്ക് നോട്ടമിട്ടത് സാക്ഷാൽ മെറ്റയാണ്. മെറ്റ മാർക്കിന് ഉപദേശങ്ങൾ കൊടുത്തു അവിടെ മൂന്നാമത്തെ ലെവൽ വരെ കൊണ്ടുവന്നതാണല്ലോ. അവളുടെ മുഖത്ത് ശരിക്കൊരു ഭയമുണ്ട്. മാർക്ക് ഫെല്ലർ അവളെ ഒന്ന് അടിമുടി നോക്കിയിട്ട് അടുത്ത നിമിഷം അവളുടെ തൊട്ടു മുന്നിലെത്തി. മാർക്ക് അവളുടെ തലമുടിയിലേക്ക് പിടിച്ചിട്ട് മാർക്ക് ആ വലത് കൈ ചേർത്തി ഒരൊറ്റ ഇടി പതുക്കെയാണ് അടിച്ചത്. ആ കൈയെടുത്ത് മാർക്ക് വീണ്ടും പിടിച്ചു. മാർക്കിന് ആ സ്ത്രീയെ ശരിക്കും തല്ലിക്കൊല്ലണമെന്നുള്ള ഒരു ആഗ്രഹം. മാർക്ക് തുരുതുരായി ഇടിക്കുമ്പോഴത്തേക്കും ആ സ്ത്രീയുടെ വായിലൂടെയും മൂക്കിലൂടെയും ചെവിയിലൂടെയൊക്കെ രക്തം ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും അവളുടെ ഡിവൈൻ സെൻസ് മാർക്ക് അബ്സോർവ് ചെയ്തു. മാർക്ക് ആ ഡിവൈൻ സെൻസുകൾ അബ്സോർവ് ചെയ്യുമ്പോൾ ഒരു അമ്പരപ്പിക്കുന്ന കാര്യം മാർക്കിന്റെ ഉള്ളിൽ നടക്കുകയാണ്. മാർക്കിന്റെ ആ രണ്ടായി വിണ്ടുകീറിയ സുവർണ നിറത്തുള്ള ആ ഡിവൈൻ സെൻസിന്റെ പരിക്ക് ഏതാണ്ട് 60% കൂടുതൽ വേഗം അങ്ങ് ഭേദമായി. മാർക്കിന്റെ ആ ഡിവൈൻ സെൻസിലെ ബ്രേക്കിംഗ് അതിവേഗം ഭേദമാവുകയാണ്. പണ്ട് ഇതുപോലെ മാർക്ക് ഡിവൈൻ സെൻസുകൾ വിഴുങ്ങി മാർക്കിന്റെ ആ പ്രശ്നം പരിഹരിച്ചതാണ്. അതേ ശൈലിയിൽ ഇതാ വീണ്ടും മാർക്ക് ചെയ്യുകയാണ്. പക്ഷെ പെട്ടെന്ന് മാർക്കിന്റെ ഉള്ളിൽ ഒരു തോര, വീണ്ടും കൊല്ലാനും തിന്നാനുമുള്ള ആ തോര, അത് മനസ്സിലേക്ക് വന്നതും മാർക്ക് അവിടെ ചമറപടിഞ്ഞിരുന്നു. മാർക്ക് ഉടൻ പ്യൂർ ഹാർട്ട് സൂത്ര എടുത്ത് അത് ഉപയോഗിച്ചു തുടങ്ങി. ഡീൻലിയുടെ ആ തണ്ടർ കോർട്ട്യാർഡിൽ നിന്ന് മാർക്ക് സ്വന്തമാക്കിയ ആ പ്യൂർ ഹാർട്ട് സൂത്രയാണ് കഴിഞ്ഞ പ്രാവശ്യം മാർക്കിന്റെ ആ സാത്താൻ സേവയിൽ നിന്ന് മാർക്കിനെ രക്ഷിച്ചത്. കൊല്ലാനും തിന്നാനുമുള്ള മാർക്കിന്റെ ആ പ്രവണതയിൽ നിന്ന് മാർക്കിനെ അന്ന് രക്ഷിച്ച ആ പ്യൂർ ഹാർട്ട് സൂത്ര മാർക്കിനെ വീണ്ടും രക്ഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ മാർക്ക് ആ പ്യൂർ ഹാർട്ട് സൂത്ര ആക്ടിവേറ്റ് ചെയ്ത് പതുക്കെ സർക്കുലേറ്റ് തുടങ്ങി. 1 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറായിട്ടും 3 മണിക്കൂറായിട്ടും ഒരു ദിവസം പൂർണ്ണമായി കടന്നുപോയിട്ടും മാർക്കിന്റെ ഉള്ളിലുള്ള ആ ത്വര അങ്ങോട്ട് മാറുന്നില്ല. 1.5 ദിവസമായപ്പോൾ മാർക്ക് പതുക്കെ കണ്ണു തുറന്നു. മാർക്കിന് ആ പ്യൂർ ഹാർട്ട് സൂത്ര ഇപ്പോൾ ഉപയോഗപ്പെടുന്നില്ല. ഒരു ട്രൂ സെയിന്റിന് ഒരിക്കലും ആ പ്യൂർ ഹാർട്ട് സൂത്ര ഉപയോഗപ്പെടില്ല എന്ന യാഥാർത്ഥ്യം അപ്പോഴാണ് മാർക്ക് അറിയുന്നത്. മാർക്കിന്റെ ബോഡിയിലെ ആ പൊട്ടിപ്പോയ ഡിവൈൻ സെൻസിന്റെ 60%-ലധികം മാർക്ക് റിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 40% കൂടിയേ ഉള്ളൂ. മാർക്ക് കണ്ണു തുറന്നതും മാർക്കിന്റെ തൊട്ടു മുന്നിലായി ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ കയ്യിൽ ഒരു വാളുണ്ട്. അയാൾ മാർക്കിനെ നോക്കി മാർക്കിനോട് പറഞ്ഞു, നിന്റെ ഡിവൈൻ സെൻസ് ഇനിയും ഭേദമാകാനുണ്ട്. അത് പൂർണ്ണമായും റിപ്പയർ ആയതിനു ശേഷം നമുക്ക് തമ്മിൽ ഒന്ന് കാണാം. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ വാള് ആകാശത്ത് നിന്ന് വീശിയതും ശരിക്കും ആകാശത്ത് ഒരു വലിയ വിടവുണ്ടായി. ആ വിടവിലൂടെ അയാൾ അങ്ങ് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അയാൾ ആരാണെന്നോ അയാളുടെ ഉദ്ദേശം എന്താണെന്നോ മാർക്കിന് മനസ്സിലായില്ല. പക്ഷെ അയാൾക്ക് അമ്പരപ്പിക്കുന്ന ശക്തി ഉണ്ടെന്നുള്ള കാര്യം മാർക്കിന് മനസ്സിലാവുകയും ചെയ്തു. ആ പറഗേറ്ററി എന്ന് പറയുന്ന ആ സ്ഥലത്തുനിന്ന് ആകാശത്തോട് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയുമെന്ന് അയാൾ ഇതാ മാർക്കിന് മുന്നിൽ തെളിയിച്ചിരിക്കുകയാണ്. ഈ നിമിഷത്തിൽ ആ കാട്ടിനകത്ത് പല ഭാഗത്തുമായി ഒരുപാട് ആളുകൾ മാർക്ക് ഫെല്ലറെ നിരീക്ഷിക്കുന്നുണ്ട്. അവര് പരസ്പരം പറയുകയാണ്, ഏയ് നമുക്ക് പോക്കളെ, മാർക്ക് നമ്മൾ വിചാരിക്കുന്ന പോലുള്ള ഒരാളല്ല. അവരെല്ലാവരും ആ ഹോളി റീജിയനിലെ കൈ കുടുംബത്തിൻ്റെയും യാവ കുടുംബത്തിൻ്റെയും കൊട്ടേഷൻ ഏറ്റെടുത്ത് അകത്തേക്ക് വന്നവരാണ്. മാർക്കിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു അവരുടെ കൊട്ടേഷൻ. മാർക്ക് പോലും അറിയാതെ ഒരു സുന്ദരമായ നാടകത്തിൻ്റെ ഭാഗമായി മാർക്ക് മാറിയിരിക്കുകയായിരുന്നു. മാർക്കിനെ അതീവ ഭംഗിയായി അവിടേക്ക് ആളുകൾ എത്തിച്ചതാണ്. മാർക്ക് നിമിഷ നേരം കൊണ്ട് ലൈൻ വേർഡ് ഫോർമുല ആക്ടിവേറ്റ് ചെയ്ത് അതിവേഗം ആ 3rd ലെവലിൽ നിന്ന് പുറത്തേക്ക് കുതിച്ചു.
ലൈൻ വേർഡ് ഫോർമുല ആയതുകൊണ്ട് അതിവേഗമാണ് മാർക്ക് പുറത്തേക്ക് നീങ്ങിയത്. ആ തേർഡ് ലെവലിൽ നിന്ന് തേർഡും കഴിഞ്ഞ് രണ്ടും കഴിഞ്ഞ് ഒന്ന് കഴിഞ്ഞ് മാർക്ക് പുറത്തെത്തുകയാണ്. അവിടെ ആ സോളിറ്ററി ക്ലൗഡ് സിറ്റിയിലെ ആ മാർക്കറ്റിലേക്ക് മാർക്ക് അവിടേക്ക് വന്നിറങ്ങുമ്പോൾ മാർക്കിന് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ആ പറകേറ്ററിയുമായി ബന്ധപ്പെട്ടുണ്ട്. മാർക്കിന്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു വല്ലാത്ത പ്രശ്നമുണ്ട്. ആളുകളെ കൊല്ലാനുള്ള ആ ഒരു ത്വര മാർക്കിന്റെ ഉള്ളിൽ അങ്ങനെ കൂടിക്കൂടി വരികയാണ്. പ്യുവർ ഹാർട്ട് സൂത്രം ഉപയോഗിച്ചിട്ടും മാർക്കിന് അത് മറികടക്കാൻ പറ്റിയിട്ടില്ല. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ മാർക്ക് ഫെല്ലറുടെ കഥ നിങ്ങളോട് പറഞ്ഞത് ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.